എല്ലാവർക്കും നമസ്കാരം. നമ്മൾ +2 ഇംഗ്ലീഷിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ വൈസ് സമ്മറി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. ചാപ്റ്ററുകളെ ബേസ് ചെയ്ത് ചോദിക്കാവുന്ന ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് യൂണിറ്റിൻ്റെ തീം എന്ന് പറയുന്നത് വിമൻ എംപവർമെൻ്റ് ആണ്. അതുകൊണ്ട് വിമൻ എംപവർമെൻറ്റിനെ പറ്റി ഒരു കോമൺ ആയിട്ടുള്ള എസ്സേ എഴുതാനായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ 3 L's ഓഫ് എംപവർമെൻ്റ് എന്നുള്ള ക്രിസ്ത്യൻ ലഗാദിൻ്റെ സ്പീച്ചിൻ്റെ സമ്മറി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇതിൻ്റെ കുറച്ച് പോയിൻറ്റ്സൊക്കെ നമുക്ക് വിമൻ എംപവർമെൻ്റ് എന്നുള്ള ഒരു കോമൺ എസ്സേ ചോദിച്ചാൽ അതിനകത്ത് എഴുതാം. പക്ഷേ വിമൻ എംപവർമെൻറ്റ് ചോദിച്ചാൽ ഈ എസ്സേ എഴുതി വെക്കരുത്, ചേഞ്ചസ് വരുത്തിയിട്ട് എഴുതുക. 3 L's ഓഫ് എംപവർമെൻറ്റ് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. അതിനൊരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്, 3 L's ഉണ്ട്, ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്, അതിനൊരു കൺക്ലൂഷനുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ തുടങ്ങുന്നത് ദ 21st century poses many challenges and the main challenge is the economic role of women. 21st century ഒരുപാട് ചലഞ്ചസ് പോസ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് ദ ഇക്കണോമിക് റോൾ ഓഫ് വിമൻ. ദ 21st century poses many challenges and the main challenge is the economic role of women. എന്താണ് പ്രശ്നം? വിമൻ റെപ്രസെൻറ്റ് ഹാഫ് ഓഫ് വേൾഡ്സ് ടോട്ടൽ പോപ്പുലേഷൻ. ലോക ജനസംഖ്യയുടെ പകുതിയും സ്ത്രീകളാണ്. ബട്ട് ദേ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ. പക്ഷേ പുരുഷൻ ഏൺ ചെയ്യുന്നതിൻ്റെ 1/3 മാത്രമേ സ്ത്രീകൾ ഏൺ ചെയ്യുന്നുള്ളൂ. ദോ വിമൻ റെപ്രസെൻറ്റ് ഹാഫ് ഓഫ് വേൾഡ്സ് ടോട്ടൽ പോപ്പുലേഷൻ, ദേ ഏൺ ഓൺലി 3/4 ആസ് മച്ച് ആസ് മെൻ. എന്താ പ്രശ്നം? വിമൻ റിമെയിൻ ബ്ലോക്ക്ഡ്. സ്ത്രീകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ നിന്നും സ്ത്രീകൾ ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. നോക്കിക്കേ, വിമൻ റിമെയിൻ ബ്ലോക്ക്ഡ് ഫ്രം കോൺട്രിബ്യൂട്ടിങ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദ നീഡ് ഈസ് ടു ഹാവ് എ കൺസേർട്ടഡ് ഇഫേർട്ട് ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി വിത്ത് 3 L's, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ദ നീഡ് ഈസ് ടു ഹാവ്, ആവശ്യം എന്തെന്നാൽ ടു ഹാവ് എ കൺസേർട്ടഡ് ഇഫേർട്ട്, ഒത്തൊരുമിച്ചുള്ളൊരു ശ്രമം, ടു ഓപ്പൺ ദ ഡോർ ടു ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളിലേക്കുള്ള ഡോറ് ഓപ്പൺ ചെയ്യുക, വിത്ത് 3 L's, 3 L'കളായ ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് ഉപയോഗിച്ച് അവസരങ്ങളിലേക്കുള്ള വാതിൽ തുറക്കുക. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്നുകൂടെ നോക്കുക. ദ 21st century poses many challenges and the main challenge is the economic role of women. Though women represent half of world's total population, they earn only 3/4 as much as men. Women remain blocked from contributing their true potential. The need is to have a concerted effort to open the door to opportunity with the 3 L's, learning, labor and leadership. ആദ്യത്തേത് ലേണിംഗ് ആണ്. 4 പോയിന്റ്സ് ആണുള്ളത്. Educate women. We have to educate women to empower them. We have to educate women to empower them. Education is the foundation upon which any change is built. ഏത് മാറ്റത്തിൻ്റെയും ഫൗണ്ടേഷനാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. ഇറ്റ് ഹെൽപ്സ് വിമൻ ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് എക്സ്ക്ലൂഷൻ. ഷാക്കിൾ എന്ന് വെച്ചാൽ ചെങ്ങല, എക്സ്ക്ലൂഷൻ എന്ന് വെച്ചാൽ ഒറ്റപ്പെടൽ. ഒറ്റപ്പെടലിൻ്റെ ചെങ്ങലകളെ ബ്രേക്ക് ചെയ്യാൻ എഡ്യൂക്കേഷൻ സഹായിക്കും. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ അപ്പോൺ വിച്ച് എനി ചേഞ്ച് ഈസ് ബിൽറ്റ്. It helps women to break the shackles of exclusion. അടുത്ത പോയിന്റ് വേണ്ട. There is an African adage, ഒരു ആഫ്രിക്കൻ പ്രോവർബ് ഉണ്ട്. എന്താണ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ്, നിങ്ങളൊരു ബോയെ എഡ്യൂക്കേറ്റ് ചെയ്താൽ യു ട്രെയിൻ എ മാൻ, നിങ്ങൾ ഒരു ആൺകുട്ടിയെ ട്രെയിൻ ചെയ്യുന്നു. ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ, നിങ്ങളൊരു പെൺകുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്താൽ യു ട്രെയിൻ എ വില്ലേജ്, നിങ്ങൾ ഒരു ഗ്രാമത്തെ മൊത്തമാണ് ട്രെയിൻ ചെയ്യുന്നത്. There is an African adage. Adage എന്ന് വെച്ചാൽ proverb, wise saying എന്നാണ്. There is an African adage. If you educate a man, if you educate a boy, you train a man. If you educate a girl, you train a village. ഇപ്പോൾ ലേണിങ്ങിൻ്റെ 4 പോയിന്റ്സ് നോക്കിക്കേ. We have to educate women to empower them. Education is the foundation upon which any change is built. It helps women to break the shackles of exclusion. There is an African adage. If you educate a boy, you train a man. If you educate a girl, you train a village. അടുത്തത് ലേബർ. ലേബറിൻ്റെ പോയിൻറ്റ്സ് ആണ്. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു, പ്രാപ്തരാക്കുന്നു, ടു ഫ്ലറിഷ്, വളർന്ന് വികസിക്കുവാൻ,
ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. അവരുടെ യഥാർത്ഥ പൊട്ടൻഷ്യൽ നേടുവാനായിട്ട് ലേബർ സ്ത്രീകളെ സഹായിക്കുന്നു. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. ബട്ട് ദെയർ ഈസ് എ പ്രോബ്ലം. ദ പ്രോബ്ലം ഈസ് ദാറ്റ്, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിമൻ ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക്. സ്ത്രീകൾ സ്റ്റക്ക് ആവാനുള്ള ടെൻഡൻസി കാണിക്കുന്നു ഇൻ ലോ പേയിങ്, ലോ സ്റ്റാറ്റസ്, ലോ സെക്യൂരിറ്റി ജോബ്സ്. ലോ പേയിങ്, ശമ്പളം കുറവുള്ള, ലോ സ്റ്റാറ്റസ്, സ്റ്റാറ്റസ് കുറവുള്ള, ലോ സെക്യൂരിറ്റി, സെക്യൂരിറ്റി കുറവുള്ള ജോലികളിൽ സ്റ്റക്കാവും. സോ ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ, ബട്ട് വിമൻ ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ്, ലോ സ്റ്റാറ്റസ്, ലോ സെക്യൂരിറ്റി ജോബ്സ്. സോ ദെയർ ഷുഡ് ബി എ നോം. നോം എന്ന് വെച്ചാൽ തത്വം. ഒരു തത്വം ഉണ്ടാവണം, ഒരു നിയമം ഉണ്ടാവണം. എന്താ നിയമം? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഒരേ ജോലിക്ക് ഒരേ വേതനം, തുല്യ ജോലിക്ക് തുല്യ വേതനം. വെൻ ദെയർ ഈസ് ദ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഒരേ തരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉള്ളപ്പോൾ ദെയർ ഷുഡ് ബി ദ സെയിം ലെവൽ ഓഫ് ഓക്കുപ്പേഷൻ. ഒരേ തരത്തിലുള്ള ജോലി ഉണ്ടാവണം. ഒരേ നിലവാരത്തിലുള്ള എഡ്യൂക്കേഷൻ ഉള്ളവർക്ക് സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒരേ നിലവാരത്തിലുള്ള ജോലി കൊടുക്കണം. ദെയർ ഷുഡ് ബി എ നോം, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. വെൻ ദെയർ ഇസ് എ സെയിം ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ദെയർ ഷുഡ് ബി ദ സെയിം ലെവൽ ഓഫ് ഓക്കുപ്പേഷൻ. അടുത്ത പോയിന്റ് വേണ്ട. We have to promote more opportunities for women at the workplace. We have to promote more opportunities for women at the workplace. വർക്ക്പ്ലേസിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. We have to promote more opportunities for women at the workplace. We have to ensure that property and inheritance laws do not discriminate against women. പ്രോപ്പർട്ടി ഇൻഹെറിറ്റൻസ് ലോസ് എന്ന് വെച്ചാൽ പരമ്പരാഗത സ്വത്തവകാശ നിയമങ്ങൾ സ്ത്രീകൾക്കെതിരെ ഇൻഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നില്ല, അവരെ വേർതിരിക്കുന്നില്ല, അവരെ മാറ്റി നിർത്തുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. വി ഹാവ് ടു എൻഷുർ ദാറ്റ് പ്രോപ്പർട്ടി ആൻഡ് ഇൻഹെറിറ്റൻസ് ലോസ് ഡു നോട്ട് ഡിസ്ക്രിമിനേറ്റ് അഗെയിൻസ്റ്റ് വിമൻ. എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് കെയർ പോളിസീസ് ഷുഡ് സപ്പോർട്ട് വിമൻ. എഡ്യൂക്കേഷനും ഹെൽത്ത് കെയർ പോളിസീസും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം. അടുത്തത് വിമൻ ഷുഡ് ബി ഗിവൺ ആക്സസ് ടു ക്രെഡിറ്റ്. അവർക്ക് പണം കടമായി ലഭിക്കണം. ആക്സസ്, ലഭ്യത, ടു ക്രെഡിറ്റ്, കടമായി ലഭിക്കുക. എന്തിനാ? സോ ദാറ്റ് ദേ ക്യാൻ അച്ചീവ് ഇക്കണോമിക് ഇൻഡിപെൻഡൻസ്. അവർക്ക് സാമ്പത്തികമായിട്ട് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം നേടുവാൻ വേണ്ടി അവർക്കും പണം കടം ലഭിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലേബറിൻ്റെ പോയിൻറ്റ്സ് നോക്കുക. ലേബർ ഫെസിലിറ്റേറ്റ്സ് വിമൻ ടു ഫ്ലറിഷ് ആൻഡ് അച്ചീവ് ദെയർ ട്രൂ പൊട്ടൻഷ്യൽ, ബട്ട് വിമൻ ടെൻഡ് ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ ലോ പേയിങ്, ലോ സ്റ്റാറ്റസ്, ലോ സെക്യൂരിറ്റി ജോബ്സ്. ദെയർ ഷുഡ് ബി എ നോം ദാറ്റ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. When there is the same level of education, there should be the same level of occupation. We should ensure that property and inheritance laws do not discriminate against women. Education and healthcare policies should support women. The last point is women have to be given access to credit so that they can achieve greater economic independence. And the last one is leadership. Leadership enables women to rise and fulfill their innate abilities and talents. Rise, ഉയരുവാനും fulfill, സാധിക്കുവാനും their innate abilities and talents, ആന്തരികമായ കഴിവുകളെ ഉയർത്തുവാനായിട്ട് ലീഡർഷിപ്പ് സ്ത്രീകളെ സഹായിക്കും. ലീഡർഷിപ്പ് enables women to rise and fulfill their innate abilities and talents. But the problem is, അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താ? they tend to do as good a job as others. സ്ത്രീകൾ ലീഡറാണെന്ന് മറന്നു പോയിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്ന അതേ ജോലി കയറി ചെയ്യും. ലീഡർ ബാക്കിയുള്ളവർ ചെയ്യുന്ന അതേ ജോലി അല്ല ചെയ്യേണ്ടത്. വിമൻ ടെൻഡ് ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ്. ദേ മേക്ക് ഡിസിഷൻസ്. അവർ ഡിസിഷൻ ഉണ്ടാക്കുന്നത് ബേസ്ഡ് ഓൺ കൺസെൻസസ് ബിൽഡിംഗ്, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി, ഇൻക്ലൂഷൻ, എല്ലാവരെയും ഉൾപ്പെടുത്തി, കമ്പാഷൻ, എല്ലാവരോടും സഹതാപത്തോടെ, ആൻഡ് വിത്ത് എ ഫോക്കസ് ഓൺ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി. ദീർഘകാലം നിലനിൽക്കത്തക്ക രീതിയിലുള്ള പ്ലാനുകൾ നടത്തിയിട്ടാണ് അവർ തീരുമാനമെടുക്കുന്നത്. നോക്കിക്കേ, ലീഡർഷിപ്പ് ഇനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്, ബട്ട് വിമൻ ടെൻഡ് ടു ഡു ആസ് ഗുഡ് എ ജോബ് ആസ് അതേഴ്സ്. ദേ മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ കമ്പാഷൻ, consensus building, inclusion, and with a focus on long-term sustainability. Women lack the confidence to match their competence. കോമ്പീറ്റൻസ് എന്ന് വെച്ചാൽ സ്കില്ലെന്നാണ്. സ്ത്രീകൾ അവരുടെ കോമ്പീറ്റൻസ്, അവരുടെ സ്കില്ല് മാച്ച് ചെയ്യുന്ന
കോൺഫിഡൻസ് അവർക്കില്ല. അവർക്ക് സ്കില്ലുണ്ട്, പക്ഷെ അതിനെ മാച്ച് ചെയ്യുന്ന കോൺഫിഡൻസ് അവർക്ക് ഇല്ല. വിമൻ ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പീറ്റൻസ്. ഇപ്പോൾ ലീഡർഷിപ്പിൻ്റെ പോയിൻറ്റ്സ്: ലീഡർഷിപ്പ് ഇനേബിൾസ് വിമൻ ടു റൈസ് ആൻഡ് ഫുൾഫിൽ ദെയർ ഇന്നേറ്റ് എബിലിറ്റീസ് ആൻഡ് ടാലൻസ്. But women tend to do as good a job as others. They make decisions based on consensus building, inclusion, compassion, and with a focus on long-term sustainability. Women lack the confidence to match their competence. Conclusion ആണ്, women have to change their mindset. സ്ത്രീകൾ അവരുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണം. ഇത് ഒറ്റ വാക്കാണ്. Women have to change their mindset and reset the scenario in their favor. സീനിനെ, രീതിയെ അവരുടെ ഫേവർ, അവർക്ക് അനുകൂലമായ രീതി മാറ്റിയെടുക്കുക. വിമൻ ഹാവ് ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ് ആൻഡ് റീസെറ്റ് ദ സെനാരിയോ ഇൻ ദെയർ ഫേവർ. ദേ ഹാവ് ടു ഡെയർ ദ ഡിഫറൻസ്. അവർ വെല്ലുവിളികളെ നേരിടണം. ടേക്ക് അപ്പ് റിസ്ക്, വെല്ലുവിളികൾ ഏറ്റെടുക്കുക. ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്, കംഫർട്ട് സോണിന് പുറത്തു വരിക. വിമൻ ലാക്ക് ദ കോൺഫിഡൻസ് ടു മാച്ച് ദെയർ കോമ്പീറ്റൻസ്. They have to take up risk and step outside their comfort zone. They have to dare the difference. Then the difference will deliver. അങ്ങനെ ചെയ്താൽ ഡിഫറൻസ് തന്നെ ഡെലിവർ ചെയ്തോളൂ. ഇല്ലേ, നമ്മൾ പൊതുവേ കേൾക്കുന്നൊരു കാര്യമുണ്ട്, ഒരു ബോയ് ഡെലിവറി ബോയ് ആയാൽ അവൻ ഉത്തരവാദിത്വം ഇല്ലാത്തവനും അവൻ ഫെയിൽ ആയവനും എന്ന് നമ്മൾ പറയും. എന്നാൽ ഒരു സ്ത്രീ ഡെലിവറി ഗേളായാൽ നമ്മൾ പറയും സ്വന്തം കാലിൽ നിൽക്കാൻ പഠിച്ചവൾ. അല്ലേ, പൊതുവേ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. സോ ആ ഡിഫറൻസ് തന്നെ ഡെലിവർ ചെയ്യൂ. സ്ത്രീകൾ ആ വ്യത്യാസത്തിൻ്റെ പുറത്ത് എന്തെങ്കിലും മഹത്തായ കാര്യം ചെയ്താൽ അതിന് വാല്യൂ ഉണ്ടാവും. Women lack the confidence to match their competence. They have to dare the difference, to take risk and step outside their comfort zones. If they dare the difference will deliver. ഇതാണ് 3 L's of empowermentൻ്റെ സമ്മറി. അടുത്തത് എനി വുമൺ പോയമാണ്. Any Woman is a thought-inducing poem written by the Irish writer Catherine Tynan. Catherine Tynan എഴുതിയ ഒരു thought-inducing, ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന കവിതയാണ് Any Woman. The poem deals with the all-embracing power of a woman to hold her family together. തൻ്റെ ഫാമിലിയെ ഒരുമിച്ച് ചേർത്ത് നിർത്താനുള്ള ഒരു സ്ത്രീയുടെ ഓൾ എംബ്രേസിങ്, എല്ലാത്തിനെയും ചേർത്ത് നിർത്താനുള്ള പവറിനെ പറ്റിയുള്ള പോയമാണ് Any Woman. Any Woman is a thought-inducing poem written by the Irish writer Catherine Tynan. The poem deals with the all-embracing power of a woman to hold her family together. Women are the pillars of the house. സ്ത്രീകളാണ് വീടിൻ്റെ നെടുന്തൂൺ. And the keystone of the arch. ഒരു ആർച്ചിൻ്റെ മെയിൻ സ്റ്റോണ് സ്ത്രീകളാണ്. If she is taken away, the family will perish by ruining her utterly. സ്ത്രീയെ എടുത്തു മാറ്റിയാൽ ഫാമിലി പെരിഷ് ചെയ്യും, ഒപ്പം അവരും നശിക്കും. Women are the pillars of the house. They are the keystone of the arch. If she is taken away, the family will collapse by ruining her utterly. Women are the fire upon the hearth. ഹാർത്ത് എന്ന് വെച്ചാൽ നെരിപ്പോട്, ചൂട് കായുന്ന സ്ഥലം. നെരിപ്പോടിലെ ഫയർ സ്ത്രീകളാണ്. ആൻഡ് ദ ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ, സൂര്യൻ്റെ പ്രകാശവും സ്ത്രീയാണ്. എ ഹാർത്ത് ഈസ് മീനിങ്ലെസ് വിതൗട്ട് ഫയർ ഇൻ ഇറ്റ്. ഒരു ഹാർത്തിൽ ഫയർ ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യവുമില്ല. ആൻഡ് എർത്ത് ഈസ് ലൈഫ്ലെസ് വിതൗട്ട് ദ ഹീറ്റ് ഓഫ് ദ സൺ. സൂര്യൻ്റെ പ്രകാശം ഇല്ലെങ്കിൽ എർത്ത് ലൈഫ്ലെസ് ആണ്. വിമൻ ആർ ദ ഹീറ്റ് ദാറ്റ് വാംസ് ദി എർത്ത്. ഭൂമിക്ക് വാംതു തരുന്ന ഹീറ്റാണ്, ചൂടാണ് സ്ത്രീകൾ. ദ ചിൽഡ്രൻ ആർ ഹാപ്പി വിത്ത് ദെയർ മദർ. കുട്ടികൾ അവരുടെ അമ്മയുടെ അടുത്ത് എത്ര ഹാപ്പിയാണ്. വിതൗട്ട് ദ പ്രസൻസ് ഓഫ് എ വുമൺ ദ എർത്ത് ഈസ് കോൾഡർ ദാൻ എ സ്റ്റോൺ ആൻഡ് നോ ചിൽഡ്രൻ ക്യാൻ ത്രൈവ്. സ്ത്രീയുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡർ ദാൻ എ സ്റ്റോൺ, ഒരു കല്ലിനേക്കാളും തണുപ്പ് നിറഞ്ഞൊരു വസ്തുവായി മാറും. ആൻഡ് നോ ചിൽഡ്രൻ ക്യാൻ ത്രൈവ്. ഒരു കുട്ടിക്കും ഭൂമിയിൽ ത്രൈവ് ചെയ്യാൻ, ജീവിക്കുവാനായിട്ട് സാധിക്കില്ല. ഷീ ഈസ് ദ സേക്രഡ് റിംഗ് ആൻഡ് ദ നോട്ട് ഓഫ് ലവ്. സേക്രഡ് റിംഗ് എന്ന് വെച്ചാൽ വിശുദ്ധമായ വലയം. നോട്ട് ഓഫ് ലവ് എന്ന് വെച്ചാൽ സ്നേഹത്തിൻ്റെ കെട്ട്. വിച്ച് ബൈൻഡ്സ് ദ ഫാമിലി ടുഗദർ. ഫാമിലി ഒരുമിച്ച് ചേർത്തിരിക്കുന്ന സേക്രഡ് റിങ്ങും നോട്ട് ഓഫ് ലവുമാണ് സ്ത്രീ. ഷീ ഈസ് ദ ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. വീട് മുഴുവനും സ്ത്രീയാണ്. ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ്. ഷീ ഈസ് ദ വാർപ്പ് ആൻഡ് വൂഫ്. വാർപ്പ് ആൻഡ് വൂഫ് എന്ന് വെച്ചാൽ എവറിത്തിങ്, ഓൾ ഇൻ ഓൾ. ഷീ ഈസ് ദ ഓൾ ഇൻ ഓൾ. ഷീ ഡെക്കറേറ്റ്സ് ദ വോൾ. ഷീ സ്പിൻസ് ദ കർട്ടൻസ്. വോൾ ഡെക്കറേറ്റ് ചെയ്യുന്ന സ്ത്രീയാണ്, കർട്ടൻ സ്പിൻ ചെയ്യുന്ന സ്ത്രീയാണ്. ഷീ ആക്ട്സ് ആസ് ദ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചർ ആൻഡ് ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. ഷീ ആക്ട്സ് ആസ് ദ വോൾ അഗെയിൻസ്റ്റ് ഓൾ ഡേഞ്ചേഴ്സ്. എല്ലാ അപകടത്തിനെതിരെയുള്ള ഭിത്തിയാണ് സ്ത്രീ.
ആൻഡ് ദ ഡോർ അഗെയിൻസ്റ്റ് ദ വിൻഡ് ആൻഡ് സ്നോ. കാറ്റിനും മഞ്ഞിനും എതിരെയുള്ള വാതിലും സ്ത്രീയാണ്. എവ്രി വുമൺ റിക്വസ്റ്റ് ടു കീപ് ഹർ വിത്ത് ഹർ ചിൽഡ്രൻ അൺടിൽ ദേ ഗ്രോ. അവർ വളരുന്ന അത്രയും കാലം അവരോടൊപ്പം തങ്ങളെയും കാത്തു വെക്കണമെന്ന് എല്ലാ സ്ത്രീകളും റിക്വസ്റ്റ് ചെയ്യുന്നു. ഫോർ ഹർ ചിൽഡ്രൻ ഷീ ഈസ് ഈവൻ റെഡി ടു സ്റ്റേ ഇൻ എ മാഞ്ചർ. തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു മാഞ്ചറിൽ, ഒരു കാലിത്തൊഴുത്തിൽ കഴിയാനും സ്ത്രീ തയ്യാറാണ്. ലൈക്ക് മദർ മേരി ഡിഡ് ഫോർ ജീസസ്. മദർ മേരി ജീസസിന് വേണ്ടി ചെയ്തതുപോലെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കാലിത്തൊഴുത്തിൽ കഴിയാനും സ്ത്രീ തയ്യാറാണ്. വിമൻ സ്റ്റാൻഡ് ആസ് എ സിംബൽ ഓഫ് ദ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. ജീവിച്ചിരിക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളമാണ് സ്ത്രീ. ദ ലൈറ്റ് ഓഫ് ലവ് എലൈവ്. ഇനി ഒരു ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഒക്കെ ചോദിച്ചാൽ ഈ പോയിന്റുകൾ എഴുതുക. ദ സ്പീക്കർ ഓഫ് ദ പോയം ക്യാൻ ബി എനി വുമൺ ഇൻ ദ വേൾഡ്. സ്പീക്കർ ഈ ലോകത്തെ ഏതു സ്ത്രീയുമാകാം. ആസ് ദ ടൈറ്റിൽ ഇറ്റ് സെൽഫ് സജസ്റ്റ്. ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്നത് പോലെ ഇത് ഏതൊരു സ്ത്രീയുമാകാം. ദ പോയം ടെൽസ് us about the roles taken by women ഇൻ ദെയർ ഫാമിലീസ്. സ്ത്രീകൾ അവരുടെ ഫാമിലിയിൽ എടുക്കുന്ന റോളിനെ പറ്റിയാണ് ഈ കവിത പറയുന്നത്. ഇറ്റ് ഓൾസോ ടെൽസ് us about the pain they take to grow their children. അവരുടെ കുഞ്ഞുങ്ങളെ വളർത്താനായിട്ട് അവരെടുക്കുന്ന പെയിനിനെ പറ്റിയും കവിത പറയുന്നു. ആൻഡ് ടു ഹോൾഡ് ദ ഫാമിലി ടുഗെദർ. ആ ഫാമിലി ഒരുമിച്ച് ചേർത്ത് നിർത്തുന്നതിനെ പറ്റിയും ഈ കവിത ഡിസ്കസ് ചെയ്യുന്നു. ദ പോയം ഈസ് ഡിവൈഡഡ് ഇൻ ടു 6 stanzas ഓഫ് 4 lines ഈച്ച്. കവിത 4 വരികളുള്ള 6 സ്റ്റാൻസയാണ്. ദ പോയിറ്റ് മേക്സ് യൂസ് ഓഫ് എ ലോട്ട് ഓഫ് സിമ്പിൾസ് ലൈക്ക് ദ പില്ലർ. ഒരുപാട് അടയാളങ്ങൾ, സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. പില്ലർ ഉണ്ട്, കീ സ്റ്റോൺ ഉണ്ട്, ഫയർ അപ്പോൺ ദ ഹാർത്ത് ഉണ്ട്, ലൈറ്റ് ഓഫ് ദ ഗുഡ് സൺ ഉണ്ട്, ഹൗസ് ഫ്രം ഫ്ലോർ ടു റൂഫ് ഉണ്ട്, വോൾ ഉണ്ട്, ഡോർ ഉണ്ട്. എന്തിനാ? ടു ഗിവ് മോർ അപ്പീൽ ടു ഹർ തീം. തൻ്റെ തീമിന് കൂടുതൽ അപ്പീൽ കൊടുക്കാൻ വേണ്ടി കവി ഒരുപാട് സിമ്പിൾസ് യൂസ് ചെയ്യും. ദ പോയറ്റ് യൂസസ് സിമ്പിൾ വേർഡ്സ് ടു എക്സ്പ്രസ് ഹർ തോട്ട്സ്. തൻ്റെ ചിന്തകളെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സിമ്പിൾ വേർഡ്സാണ് കവി ഉപയോഗിക്കുന്നത്. ദ സ്റ്റാൻസേഴ്സ് ആർ കൺസ്ട്രക്റ്റഡ് വിത്ത് റൈം സ്കീം എ ബി എ ബി. എ ബി എ ബി എന്നുള്ള റൈം സ്കീമിലാണ് സ്റ്റാൻസേഴ്സ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ദോ എ സിമ്പിൾ പോയം ഇറ്റ് ഡീൽസ് വിത്ത് ദ എക്സിസ്റ്റിംഗ് റിയാലിറ്റി ആൻഡ് കൺവേസ് എ ഗ്രേറ്റ് മെസ്സേജ്. അതൊരു എക്സിസ്റ്റിംഗ് റിയാലിറ്റിയിൽ ആണ് കടന്നു പോകുന്നത്. അതൊരു വലിയ മെസ്സേജ് കൺവേ ചെയ്യുന്നു. ഈ ദ പോയറ്റ് മേക്സ് യൂസ് ഓഫ് സിമ്പിൾ വേർഡ്സ് ടു എക്സ്പ്രസ് ഹർ തോട്ട്സ് എന്നുള്ളതും ദോ എ സിമ്പിൾ പോയം ഇറ്റ് ഡീൽസ് വിത്ത് ആൻ എക്സിസ്റ്റിംഗ് റിയാലിറ്റി ആൻഡ് കൺവേസ് എ ഗ്രേറ്റ് മെസ്സേജ് എന്നുള്ള പോയം. ദ പോയം ഫോളോസ് ദ റൈം സ്കീം. ഏതാണോ റൈം സ്കീം ആ റൈം സ്കീം എഴുതുക. ഇതൊക്കെ ഏത് പോയത്തിൻ്റെ അപ്രീസിയേഷനിൽ ഉപയോഗിക്കാവുന്ന വരികളാണ്. അടുത്തത് മാച്ച് ബോക്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ പാർട്ടിൽ മാച്ച് ബോക്സ് എന്നുള്ള ടൈറ്റിലിനെ പറ്റിയുള്ളൊരു ഷോർട്ട് പോയിൻറ്റ്സ് ആണ്. പിന്നെ മാച്ച് ബോക്സിൻ്റെ സമ്മറിയാണ്. എന്താണ് മാച്ച് ബോക്സ്? മാച്ച് ബോക്സ് ഈസ് സംതിങ് വിച്ച് ക്യാൻ കോസ് ഹ്യൂജ് ഫയേഴ്സ്. വലിയ ഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് മാച്ച് ബോക്സ്. എ മാച്ച് ബോക്സ് ഈസ് സംതിങ് വിച്ച് ക്യാൻ കോസ് ഹ്യൂജ് ഫയേഴ്സ് ആൻഡ് ദ ഫയേഴ്സ് ക്യാൻ കോസ് ഹ്യൂജ് ലോസ് ആൻഡ് ഡിസ്ട്രക്ഷൻ. ആ ഫയേഴ്സിന് വലിയ ലോസും ഡിസ്ട്രക്ഷനും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. വിമൻ ആർ ലൈക്ക് മാച്ച് ബോക്സസ്. സ്ത്രീകൾ മാച്ച് ബോക്സ് പോലെയാണ്. ദേ റിമെയിൻ ഇൻഫീരിയർ ടു മെൻ ദോ ദേ ആർ ആക്ച്വലി നോട്ട്. അവർ പുരുഷന്മാർക്ക് ഇൻഫീരിയർ അല്ലെങ്കിലും അവർ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്. ദോ ദേ ഹാവ് ഇനഫ് ഗൺ പൗഡർ ടു സെറ്റ് 100 ലങ്കാസ് എ ഫ്ലെയിം. 100 കണക്കിന് ലങ്കകളെ ചുട്ടരിക്കാനുള്ള ഗൺ പൗഡർ ഉണ്ടെങ്കിലും ദേ സിറ്റ് അറൗണ്ട്. അവരവിടെ ഇവിടെ ഇരിക്കുകയാണ്. മീക്ക് ആൻഡ് ഇന്നസെൻറ്റ്. ദുർബലരും നിഷ്കളങ്കരുമായിട്ട്. ദേ ഹാവ് ദ മെറ്റീരിയൽസ് വിത്തിൻ ദംസെൽസ് ടു സെറ്റ് ഓഫ് മെനി റേജിങ് ഫയേഴ്സ്. ഒരുപാട് റേജിങ് ഫയേഴ്സ്, കോപാഗ്നികൾ എരിക്കുവാനുള്ള മെറ്റീരിയൽസ് അവരുടെ ഉള്ളിലുണ്ടെങ്കിലും ദേ നെവർ ഫ്ലെയർ അപ്പ്. അവരൊരിക്കലും ആളിക്കത്താറില്ല. ആൻഡ് ബേൺ ദ മാസ്ക് ഓഫ് മെൻസ് ഹൈ മൈൻഡഡ്നെസ് ആൻഡ് ലാർജ് ഹാർട്ടഡ്നെസ്. സ്ത്രീകളുടെ പുരുഷന്മാരുടെ ഹൈ മൈൻഡഡ്നെസ്, ഉന്നതമായി ഉയർന്ന ചിന്തയും, ലാർജ് ഹാർട്ടഡ്നെസ്, വിശാല ഹൃദയത്തിൻ്റെയും മാസ്കിനെ അവർ ചുട്ടരിക്കാറില്ല. ദേ ഹെസിറ്റേറ്റ് ടു ബേൺ അവേ ലൈസ് കളർഫുൾ ഷെൽസ്. ജീവിതത്തിൻ്റെ കളർഫുൾ ഷെൽസിനെ ബേൺ അവേ ചെയ്യാൻ അവർ തയ്യാറല്ല. ദേ ലീവ് ദം സ്കാറ്റേഡ് സോ കെയർലെസ്ലി. അവർ ഇങ്ങനെ ചെതറിക്കിടക്കുകയാണ്, വളരെ കെയർലെസ്സായിട്ട് ചെതറിക്കിടക്കുകയാണ്. ഇൻ ദ കിച്ചൺ, ഇൻ ദ പാൻട്രി, ഇൻ ദ ബെഡ്റൂം, ഹിയർ, ദെയർ, എനിവെയർ ആൻഡ് എവറിവെയർ. എവിടെയും സ്ത്രീ ഉണ്ടാവും. അപ്പോൾ നോക്കിക്കേ, മാച്ച് ബോക്സ് ഈസ് സംതിങ് ദാറ്റ് ക്യാൻ കോസ് ഹ്യൂജ് ഫയേഴ്സ്. ദ ഫയേഴ്സ് ക്യാൻ കോസ് ഹ്യൂജ് ഡാമേജ് ആൻഡ് ഡിസ്ട്രക്ഷൻ. Women are like matchboxes. Why are women like matchboxes? Because though they have enough gunpowder within themselves to set off many raging fires, they never flare up and burn away the mask of men's high-mindedness and large-heartedness. They have enough materials within themselves to set 100 langas aflame, but they sit around meek and innocent, here, there, anywhere and everywhere.
ആൻഡ് ദേ ഹെസിറ്റേറ്റ് ടു ബേൺ അവേ ലൈഫ്സ് കളർഫുൾ ഷെൽസ്. പോയിൻറ്റ്സ് പഠിക്കുക, അത് എഴുതി വെക്കുക. അത് ചോദ്യോത്തരമായിട്ട് ചോദിക്കാം, മാച്ച് ബോക്സ് എന്നുള്ള ടൈറ്റിലിനെ പറ്റി കമൻറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാം, ചോദിച്ചിട്ടുണ്ട്, മോഡൽ എക്സാമിന് ഉൾപ്പെടെ ചോദിക്കുന്നതാണ്. ഈ നോട്ടിലുള്ള ആൻസേഴ്സ് ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, പക്ഷേ ഇതിനകത്തിലുള്ള പോയിൻറ്റ്സ് നിങ്ങൾക്ക് ചോദിക്കുന്ന ചോദ്യത്തിനനുസരിച്ചുള്ള ഉത്തരവാക്കി മാറ്റി എഴുതാൻ ധാരാളമാണ്. ഇനി സമ്മറിയാണ്. മാച്ച് ബോക്സ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശപൂർണ ദേവി. ആശപൂർണ ദേവി എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് മാച്ച് ബോക്സ്. ദ സെൻട്രൽ തീം ഓഫ് ദ സ്റ്റോറി ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് എ വുമൺ ഇൻ ഹെർ ഫാമിലി. തൻ്റെ വീട്ടിൽ ഒരു സ്ത്രീയുടെ സ്റ്റാറ്റസിനെ പറ്റിയാണ് ഈ കഥ നമ്മളോട് ഡിസ്കസ് ചെയ്യുന്നത്. ദ സെൻട്രൽ ക്യാരക്ടർ ഈസ് നൊമിത ഹു ഈസ് മാരീഡ് ടു എ റിച്ച് ഫാമിലി. ഒരു സമ്പന്നമായ കുടുംബത്തിലേക്ക് മാരി ചെയ്യപ്പെട്ട ഒരു സ്ത്രീയാണ് സെൻട്രൽ ക്യാരക്ടർ. ഹെർ പുവർ ആൻഡ് വിഡൌഡ് മദർ വാസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹെർ ടു എ റിച്ച് ജോയിൻറ്റ് ഫാമിലി. തൻ്റെ പാവം പിടിച്ച വിഡൌഡായിട്ടുള്ള വിധവയായ അമ്മ അവളെ ഒരു റിച്ച് ഫാമിലിയിലേക്ക് അയക്കുന്നതിൽ വിജയിക്കുന്നു. ആസ് എ വൈഫ് ഓഫ് അജിത്ത് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഹർ ലുക്സ് അലോൺ. അവളുടെ സൗന്ദര്യത്തിൻ്റെ ബേസിൽ അജിത്തിൻ്റെ വൈഫായിട്ട് അവളെ അയക്കുന്നു. ദ മെയിൻ പ്രോബ്ലം ഈസ് ദാറ്റ് അജിത്ത് ഈസ് ഹെസിറ്റൻറ്റ് ടു ഗിവ് ഹെർ ദ സ്പേസ് ഷീ ഡിസേർവ്സ്. അവൾ അർഹിക്കുന്ന സ്പേസ് കൊടുക്കാൻ അജിത്തിന് പറ്റുന്നില്ല. ഹി ഓൾവേസ് ലുക്സ് ഡൗൺ അപ്പോൺ ഹർ. അജിത്ത് എപ്പോഴും അവളെ വില കുറച്ചാണ് കാണുന്നത്. ആൻഡ് ലാഫ്സ് അറ്റ് ഹർ. അവളെ കളിയാക്കാറുണ്ട്. ലാഫ് എന്ന് വെച്ചാൽ കളിയാക്കുക. ഹി നെവർ കെയർസ് ഫോർ ഹർ ഫീലിങ്സ്. ഒരിക്കലും അവളുടെ ഫീലിങ്സിനെ അജിത്ത് കെയർ ചെയ്യാറില്ല. നോക്കിക്കേ, മാച്ച് ബോക്സ് ഈസ് എ ഷോർട്ട് സ്റ്റോറി റിട്ടൺ ബൈ ആശപൂർണ ദേവി. ദ സെൻട്രൽ തീം ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് എ വുമൺ ഇൻ ഹെർ ഫാമിലി. ദ സെൻട്രൽ ക്യാരക്ടർ ഈസ് നൊമിത ഹു ഈസ് മാരീഡ് ടു എ റിച്ച് ഫാമിലി, ദ ഫാമിലി ഓഫ് അജിത്ത്. Her poor and widowed mother was successful in consigning her to the rich joint family because she was beautiful. But there is a problem. The problem is that Ajit is hesitant. Ajitinu madiyaan to give her the space she deserves. അവൾ അർഹിക്കുന്ന സ്പേസ് കൊടുക്കുവാൻ അജിത്തിന് മടിയാണ്. He always looks down upon her and laughs at her. എപ്പോഴും അവളെ വില കുറച്ച് കാണുകയും അവളെ കളിയാക്കുകയും ചെയ്യാറുണ്ട്. He never cares for her feelings. ഒരിക്കലും അവളുടെ ഫീലിങ്സിനെ കെയർ ചെയ്യാറില്ല. Ajit possessed the key to the letter box of the joint family with an intention to read his wife's letters. അജിത്ത് സ്വന്തം ഭാര്യയുടെ കത്ത് വായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ ജോയിൻറ്റ് ഫാമിലിയുടെ ലെറ്റർ ബോക്സിൻ്റെ കീ കൈക്കലാക്കിയിരിക്കുകയാണ്. ദോ ഹി കുഡ് നോട്ട് സീ എനിത്തിങ് സസ്പിഷ്യസ് ഫോർ ദ പാസ്റ്റ് 6 months. കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് യാതൊന്നും സസ്പിഷ്യസ് ആയിട്ട് കണ്ടില്ല, സംശയിക്കാൻ കണ്ടില്ല. ഹി സ്റ്റിൽ ഓപ്പൺസ് ദ ലെറ്റേഴ്സ്. ഇപ്പോഴും കത്ത് തുറക്കും, റീഡ്സ് ദം, അത് വായിക്കും. ആൻഡ് ഡസൻറ്റ് കെയർ ടു ഹാൻഡ് ദം ഓവർ ടു ഹർ. അവൾക്കത് കൊടുക്കുന്നത് ആലോചിക്കാറേയില്ല. ഹി ഡസ് ഇറ്റ് ഡെലിബറേറ്റ്ലി. മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നൊമിത ഹാസ് റിമൈൻഡഡ് ഹിം മെനി ടൈംസ് നോട്ട് ടു റീഡ് ഹർ ലെറ്റേഴ്സ്. നൊമിത തൻ്റെ കത്ത് വായിക്കരുതെന്ന് ഒരുപാട് തവണ ഓർമ്മിപ്പിക്കുന്നു. ബട്ട് ഹി ഗീവ്സ് നോ ഇയേഴ്സ് ടു ഹർ വേർഡ്സ്. പക്ഷേ അവളുടെ വാക്കുകൾക്ക് യാതൊരു പ്രാധാന്യം അയാൾ കൊടുക്കുന്നില്ല. നമ്മൾ എന്നിട്ട് പെട്ടെന്ന് പറയുന്നത് ലാസ്റ്റിൽ എന്ത് സംഭവിച്ചു എന്നാണ്. ലാസ്റ്റ് ടൈം, കഴിഞ്ഞ തവണ, വെൻ നൊമിത സീസ് എ ഫോൾഡഡ് ലെറ്റർ ഇൻ അജിത്ത് പോക്കറ്റ്. അജിത്തിൻ്റെ പോക്കറ്റിൽ നൊമിത ഒരു ഫോൾഡഡ് ലെറ്റർ കാണുമ്പോൾ ഷീ ക്വസ്റ്റ്യൻസ്, അയാളെ ചോദ്യം ചെയ്യും. ഇറ്റ് ലീഡ്സ് ടു എ ക്വാറൽ ബിറ്റ്വീൻ ബോത്ത്. അത് രണ്ടുപേരും തമ്മിലുള്ള ഒരു ക്വാറലിലേക്ക് നയിക്കും. ആൻഡ് ഫൈനലി വെൻ ഷീ ബിക്കംസ് ഹെൽപ്ലെസ് ആവുന്ന സമയത്ത് ഷീ പുട്ട്സ് ഫയർ ഓൺ ഹർ സാരി. അവൾ തൻ്റെ സാരി കത്തിക്കും. അജിത്ത് സംഭവം മാനേജസ് ടു പുട്ട് ഔട്ട് ദ ഫയർ. ഒരു തരത്തിൽ അജിത്ത് ആ ഫയർ അണയ്ക്കുകയാണ്. ഹി നെവർ എക്സ്പെക്റ്റഡ് സംതിങ് ലൈക്ക് ദിസ് ഫ്രം ഹിസ് വൈഫ്. തൻ്റെ ഭാര്യയിൽ നിന്ന് അങ്ങനൊരു കാര്യം അജിത്ത് പ്രതീക്ഷിക്കുന്നേയില്ല. ഹി ബിക്കംസ് ഫിയർഫുൾ. പേടിക്കുന്നു. ആൻഡ് ഹി ട്രൈസ് ടു സ്പെസിഫൈ ദ സിറ്റുവേഷൻ. അജിത്ത് ആ സിറ്റുവേഷനെ സ്പെസിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ഷീ ബിക്കംസ് റെഡി ടു കിൽ ഹെർസെൽഫ് ആൻഡ് പ്രൂവ്സ് ദാറ്റ് ഷീ ഈസ് റെഡി ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് മാരിറ്റൽ സ്ലേവറി. തന്നെ കൊന്നുകൊണ്ട് മാരിറ്റൽ സ്ലേവറി, വിവാഹ ബന്ധത്തിലുണ്ടായ അടിമത്തത്തെ അതിജീവിക്കാൻ തയ്യാറാണെന്ന് നൊമിത കാണിച്ചു കൊടുക്കുന്നു. ബട്ട് സൂൺ ഷീ ബിക്കംസ് നോർമൽ ആൻഡ് എൻഗേജസ് ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. നൊമിത പെട്ടെന്ന് തന്നെ നോർമൽ ആവുകയും ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്തത് നമ്മൾ നൊമിതയുടെ ക്യാരക്ടർ സ്കെച്ചാണ്. നൊമിത, ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ആശപൂർണ ദേവീസ് മാച്ച് ബോക്സ്, ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് വൈഫ്. ഒരു തനി ഇന്ത്യൻ ഹൗസ് വൈഫാണ് ആശപൂർണ ദേവിയുടെ മാച്ച് ബോക്സ് എന്ന കഥയിലെ നൊമിത എന്ന ക്യാരക്ടർ. ഷീ ഈസ് ബൗണ്ട് ടു സാക്രിഫൈസ് ഹർ അംബീഷൻ ആൻഡ് ഹോപ്സ്
ടു ലിവ് ഇൻ എ റിച്ച് ഹൗസ് ഹോൾഡ്. ഒരു റിച്ച് ഹൗസ് ഹോൾഡിൽ ജീവിക്കാനായിട്ട് ഷീ സാക്രിഫൈസസ് ഹർ അംബിഷൻസ് ആൻഡ് ഹോപ്സ്. തൻ്റെ ആഗ്രഹങ്ങളും തൻ്റെ പ്രതീക്ഷകളും എല്ലാം ബലി കൊടുക്കേണ്ടി വന്ന ഒരാളാണ് നമിത. Her poor and widowed mother was successful in sending her to the rich Join family as the wife of Ajit. Ajit marries her only because she is beautiful. അജിത്ത് അവളെ കല്യാണം കഴിക്കാൻ കാരണം അവൾ സുന്ദരി ആയതുകൊണ്ടാണ്. അജിത്ത് ഈസ് ഹെസിറ്റൻറ്റ് ടു ഗിവ് ഹർ ദ സ്പേസ് ഷീ ഡിസേർവ്സ്. അതാണ് പ്രശ്നം. അജിത്ത് അവൾ അർഹിക്കുന്ന സ്പേസ് അവൾക്ക് കൊടുക്കുന്നില്ല. ഹി ഓൾവേസ് ലുക്സ് ഡൗൺ അപ്പോൺ ഹർ ആൻഡ് ലാവ്സ് അറ്റ് ഹർ. അവളെ തരം താഴ്ത്തി കാണുകയും അവളെ കളിയാക്കുകയും ചെയ്യുകയാണ്. ഹി നെവർ കെയർസ് ഫോർ ഹർ ഫീലിങ്സ്. അവളുടെ ഫീലിങ്സ് കെയർ ചെയ്യുന്നില്ല. ഹി ഈസ് സസ്പീഷ്യസ് ഓഫ് ഹർ ഈവൻ ആഫ്റ്റർ ലിവിങ് ടുഗദർ ഫോർ 6 months. ഒരുമിച്ച് 6 മാസം ജീവിച്ചിട്ടും അവളെ സസ്പീഷ്യസ് ആണ്. ഹി ട്രൈസ് ടു അഡ്ജസ്റ്റ് വിത്ത് ഹിം ദ മാക്സിമം. അവനോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമിത വളരെയധികം ശ്രമിക്കുന്നു. ഇതെല്ലാം സമ്മറിയിലുള്ള പോയിൻറ്റ്സ് തന്നെയാണ്. അജിത് പോസസ് ദ കീ ടു ദ ലെറ്റർ ബോക്സ് ഓഫ് ദ ജോയിൻ ഫാമിലി വിത്ത് ആൻ ഇൻറ്റൻഷൻ ടു റീഡ് ഹിസ് വൈഫ് ലെറ്റേഴ്സ്. തൻ്റെ വൈഫിൻ്റെ ലെറ്റേഴ്സ് വായിക്കുക എന്ന ഉദ്ദേശത്തോടെ ലെറ്റർ ബോക്സിൻ്റെ കീ കൈക്കൽ വെച്ചിരിക്കുകയാണ് അജിത്ത്. ദോ ദർ ഈസ് നത്തിങ് സസ്പിഷ്യസ്, ഹി സ്റ്റിൽ ഓപ്പൺസ് ഹർ ലെറ്റേഴ്സ്, റീഡ്സ് ദം ആൻഡ് ഡസൻറ്റ് കെയർ ടു ഹാൻഡ് ദം ഓവർ ടു ഹർ. ഇപ്പോഴും ഓപ്പൺ ചെയ്യും, റീഡ് ചെയ്യും, അവൾക്ക് കൊടുക്കില്ല. ഹി ഡസ് ഇറ്റ് ഡെലിബറേറ്റ്ലി. മനഃപൂർവ്വമാണ് ചെയ്യുന്നത്. നമിത ഡസ് നോട്ട് ഹെസിറ്റേറ്റ് ടു എക്സ്പ്രസ് ഹർ ആങ്കർ. നമിത അവളുടെ ദേഷ്യം അജിത്തിനോട് കാണിക്കാറുണ്ട്. നമിത ഹാസ് റിമൈൻഡഡ് ഹിം മെനി ടൈംസ് നോട്ട് ടു റീഡ് ഹർ ലെറ്റേഴ്സ്. ലെറ്റേഴ്സ് വായിക്കരുതെന്ന് പലതവണ ഓർമ്മിപ്പിച്ചതാണ്. ബട്ട് ഹി ഗിവ്സ് നോ ഇയേഴ്സ് ടു ഹർ വേർഡ്സ്. പക്ഷേ അവളുടെ വാക്കുകളെ അയാൾ കേൾക്കാറില്ല. നമിത ലവ്സ് ഹർ മദർ വെരി മച്ച്. തൻ്റെ അമ്മയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഷീ ലൂസസ് ഹർ പ്രൈഡ് ഓൺലി ബിക്കോസ് ഓഫ് ഹർ മദർ. ആ അഭിമാനം നഷ്ടപ്പെടുന്നത് അമ്മ കാരണമാണ്. ഷീ വോൺസ് ഹർ മദർ നോട്ട് ടു സെൻഡ് ഹർ ലെറ്റേഴ്സ് ആസ്കിങ് ഫോർ മണി. പണം ആവശ്യപ്പെട്ടുകൊണ്ട് ലെറ്റേഴ്സ് അയക്കരുതെന്ന് അമ്മയോട് ആവശ്യപ്പെടുന്നു. യെറ്റ് ഷീ മാനേജ് ടു പുൾ ഔട്ട് എ ലിറ്റിൽ മണി ആൻഡ് സെൻഡ് ടു ഹർ മദർ. കുറച്ച് പൈസ സ്വരുക്കൂട്ടി അമ്മയ്ക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അജിത്ത് യൂസസ് അബ്യൂസീവ് വേർഡ്സ് ഓൺ ഹർ മദർ ആൻഡ് ഷീ സ്റ്റാൻഡ്സ് ഓൾ സച്ച് വേർഡ്സ്. അജിത്ത് അബ്യൂസീവ് വേർഡ്സ് ഉപയോഗിക്കുന്നത് നമിത സഹിക്കാറുണ്ട്. ഷീ ഓൾവേസ് ഫിയേഴ്സ് എ റോ സിൻസ് ഇറ്റ്സ് എ ജോയിൻറ്റ് ഫാമിലി. ഒരു ജോയിൻറ്റ് ഫാമിലി ആയതുകൊണ്ട് എപ്പോഴും ഒരു വഴക്കിനെ ഭയന്നാണ് അവൾ ജീവിക്കുന്നത്. റോ എന്ന് വെച്ചാൽ വഴക്ക്. സോ അജിത്ത് ഓൾവേസ് വിൻസ് ദ ക്വാറൽസ് ബിറ്റ്വീൻ ദം. അതുകൊണ്ട് അവർ തമ്മിലുള്ള വഴക്കുകൾ എപ്പോഴും വിജയിക്കുന്നത് അജിത്താണ്. ലാസ്റ്റ് ടൈം വെൻ അജിത്ത് കീപ്സ് ഹർ മദേഴ്സ് ലെറ്റർ വിത്ത് ഹിം. അജിത്ത് അവളുടെ അമ്മയുടെ കത്ത് അവനോടൊപ്പം കൈക്കൽ വെക്കുമ്പോൾ ഷീ ബേൺസ് ഔട്ട് വിത്ത് ആങ്കർ. അവൾക്ക് ദേഷ്യം വരും. ഷീ ഈവൻ ഗോസ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ബേണിംഗ് ഹർ സാരി. അവളുടെ സാരി കത്തിക്കുന്ന ലെവലിലേക്ക് പോകുന്നു. ഹെൻസ് ഷീ ഗീവ്സ് എ മെസ്സേജ് ദാറ്റ് ഷീ ഈസ് റെഡി ടു കിൽ ഹെർസെൽഫ് ടു ബ്രേക്ക് ദ ഷാക്കിൾസ് ഓഫ് മാരിറ്റൽ സ്ലേവറി. വിവാഹം മൂലമുണ്ടായ അടിമത്വം ബ്രേക്ക് ചെയ്യാനായിട്ട് തന്നെ കൊല്ലാൻ പോലും അവൾ തയ്യാറാവും. ഹെർ ആങ്കർ റിമെയിൻസ് ഓൺലി ഫോർ സം ടൈം. സൂൺ ഷീ ബിക്കംസ് നോർമൽ ആൻഡ് എൻഗേജസ് ഇൻ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസ്. പക്ഷേ അവളുടെ ദേഷ്യം കുറച്ച് സമയം നിലനിൽക്കുകയുള്ളൂ. അവൾ പെട്ടെന്ന് തന്നെ വീടുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസിൽ എൻഗേജ് ചെയ്യും. നമിത ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യൻ വിമൻ ഹു ഹാസ് ഇനഫ് ഗൺ പൗഡർ ടു അഫ്ലെയിം ദ ഹോൾ വേൾഡ് ബട്ട് ഫൈൻഡ്സ് ഹർ ടൈം ഇൻ ദ കിച്ചൺ ഓർ ഇൻ ദ പാൻട്രി. ഒരു യഥാർത്ഥ ഇന്ത്യൻ സ്ത്രീയാണ് നമിത. ലോകം മുഴുവൻ ചുട്ടരിക്കാനുള്ള ഗൺ പൗഡർ ഉള്ളിലുണ്ടെങ്കിലും അവൾ അവളുടെ സമയം കിച്ചണിലും പാൻട്രിയിലും ചെലവഴിക്കുകയാണ്. ഷീ ഈസ് എ ടിപ്പിക്കൽ ഇന്ത്യൻ ഹൗസ് വൈഫ് ഹു ബിക്കംസ് റെഡി ടു ബി എൻസ്ലേവ്ഡ് ഇൻ ദ കിച്ചൺ. കിച്ചണിൽ എൻസ്ലേവ്ഡ് ആയിട്ടിരിക്കാൻ, അടിമയായിട്ട് കിടക്കാൻ തയ്യാറാവുന്ന ഒരു ഇന്ത്യൻ സ്ത്രീയെയാണ് നമിത ഇവിടെ സൂചിപ്പിക്കുന്നത്. ആശാപൂർണ ദേവി പോർട്രേറ്റ്സ് ഹർ കളർലെസ്. ആശാപൂർണ ദേവി നമിതയെ വരച്ച് കാണിക്കുന്നത് കളറില്ലാതെയാണ്, കളർലെസ് ആയിട്ടാണ്. ഷീ ഈസ് ഡെപ്പിക്റ്റഡ് ആസ് മീക്ക് ആൻഡ് ഇന്നസെൻറ്റ് വുമൺ. അവൾ വളരെ മീക്ക്, ദുർബലയും ഇന്നസെൻറ്റുമായിട്ടാണ് അവളെ വരച്ച് കാണിക്കുന്നത്. അത്രയൊക്കെ മതി, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് പോയിൻറ്റ്സ് നമ്മൾ പഠിക്കേണ്ട, എല്ലാം കൺക്ലൂഷനാണ്. ഇതെല്ലാം കൺക്ലൂഷൻ പോയിൻറ്റ്സ് ആണ്. നോക്കിക്കേ, ആശാപൂർണ ദേവി പോർട്രേറ്റ്സ് ഹർ കളർലെസ് വിതൗട്ട് ദ ഹ്യൂസ് ഓഫ് ലൈഫ്. ലൈഫിൻ്റെ ഒരു ഹാപ്പി ലൈഫിൻ്റെ നിറങ്ങളൊന്നുമില്ലാതെ വളരെ കളർലെസ് ആയിട്ടുള്ളൊരു ജീവിതമാണ് ആശാപൂർണ ദേവി കാണിക്കുന്നത്. ഷീ ക്യാൻ ടയർ ഓഫ് ദ മാസ്ക് ഓഫ് ഹസ്ബൻഡ്സ് ഹൈ മൈൻഡഡ്നെസ് ആൻഡ് ലാർജ് ഹാർട്ടഡ്നെസ്. തൻ്റെ ഹസ്ബൻഡിൻ്റെ ഹൈ മൈൻഡഡ്നെസ്സും ലാർജ് ഹാർട്ടഡ്നെസ്സിൻ്റെ ഒക്കെ മാസ്ക് ടയർ ഓഫ് ചെയ്യാൻ അവൾക്ക് സിമ്പിളായിട്ട് പറ്റും. ബട്ട് ഷീ ഡസൻ. പക്ഷെ അവളത് ചെയ്യാറില്ല.
ഷീ പ്രൂവ്സ് ടു ബി എ പ്രോട്ടോടൈപ്പ് ഓഫ് ആൻ ഇന്ത്യൻ വുമൺ ഹൂ ഇസ് മീക്ക് ആസ് എ ലാംബ്. ഒരു ലാമ്പിനെ പോലെ, ഒരു ആട്ടിൻകുട്ടിയെ പോലെ മീക്കായിട്ടുള്ള, നിഷ്കളങ്കയായിട്ടുള്ള ഒരു ഇന്ത്യൻ വുമണിൻ്റെ പ്രോട്ടോടൈപ്പ്, ഒരു തനി രൂപമാണ് നൊമിത എന്ന് പറയുന്നത്. ഇതെല്ലാം കൂടി പഠിക്കേണ്ട, കൺക്ലൂഷൻ എഴുതാൻ 2-3 സെൻറ്റൻസ് പഠിച്ചാൽ മതി. ഇത്രയധികം നമ്മൾ വായിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഓർത്തിരിക്കും. നൊമിതാസ് മദറാണ്. നൊമിതാസ് മദർ ഈസ് എ പുവർ ആൻഡ് ഇൻഡിജൻറ്റ് വിഡോ. പുവർ എന്ന് വെച്ചാൽ പാവപ്പെട്ട, ഇൻഡിജൻറ്റ് എന്ന് വെച്ചാൽ ആരോരും അഭയമില്ലാത്ത. നൊമിതയുടെ അമ്മ ആരോരും അഭയമില്ലാത്ത വളരെ പാവപ്പെട്ട ഒരു വിഡോയാണ്. വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ ഷീ മാനേജസ് ടു ഗ്രോ നൊമിത ആൻഡ് ഈസ് സക്സസ്ഫുൾ ഇൻ കൺസൈനിങ് ഹർ ടു ദ റിച്ച് വെൽത്തി ഫാമിലി. വിതൗട്ട് ഹസ്ബൻഡ് ഓർ സൺ, ഭർത്താവോ മകനോ ഇല്ലാതെ ഷീ മാനേജസ് ടു ഗ്രോ നൊമിത, നൊമിതയെ വളർത്തുന്നു. ആൻഡ് ഈസ് സക്സസ്ഫുൾ ഇൻ സെൻഡിങ് ഹർ ടു എ റിച്ച് ഫാമിലി, അവളെ ഒരു റിച്ച് ഫാമിലിയിലേക്ക് അയക്കുന്നതിൽ അവർ വിജയിക്കുന്നു. ഷീ നോസ് ദ ടാക്ടിക്സ് ടു മേക്ക് എ ലിവിങ്, ജീവിക്കാനുള്ള ടാക്ടിക്സ് ഒക്കെ പഠിച്ച ആളാണ് നൊമിതയുടെ അമ്മ. ഷീ ഈസ് എ പോംബസ് ലേഡി ഹു ഓൾവേസ് സ്പീക്സ് അബൌട്ട് ഹർ അഡ്വഞ്ചേഴ്സ് ഇൻ ലൈഫ്. തൻ്റെ ലൈഫിലെ അഡ്വഞ്ചേഴ്സിനെ പറ്റി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പൊങ്ങച്ചക്കാരി, പോംബസ് ആയിട്ടുള്ള സ്ത്രീയാണ് നൊമിതയുടെ അമ്മ. ഷീ ഡസ് നോട്ട് വേസ്റ്റ് എ സിംഗിൾ ചാൻസ് ടു ബൂസ്റ്റ് ഓഫ് ഹർ സ്കിൽ ഇൻ സെൻഡിങ് ഹർ ഡോട്ടർ ടു എ റിച്ച് ഫാമിലി. തൻ്റെ മകളെ ഒരു റിച്ച് ഫാമിലിയിലേക്ക് അയക്കുന്നതിനുള്ള സ്കില്ല് എപ്പോഴും ബൂസ്റ്റ് ഓഫ് ചെയ്തുകൊണ്ട് പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നൊമിതയുടെ അമ്മ. ഷീ ടേക്സ് പ്രൈഡ് ഇൻ സെയിങ് ദാറ്റ് ഹർ ഡോട്ടർ ഈസ് എ ക്വീൻ ആൻഡ് ഹർ സൺ ഇൻ ലോ ഹൈ മൈൻഡഡ് ആൻഡ് ലാർജ് ഹാർട്ടഡ്. തൻ്റെ ഡോട്ടർ ഒരു രാജ്ഞിയാണെന്നും തൻ്റെ മരുമകൻ ഒരു ലാർജ് ഹാർട്ടഡ് ആയിട്ടുള്ള ആളാണെന്നുമാണ് നൊമിത എപ്പോഴും പറയാറുള്ളത്. ഷീ ട്രൈസ് ടു മേക്ക് എ ലിവിങ് ബൈ ട്രിക്ക്. തന്ത്രപരമായിട്ടാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്. ഷീ റൈറ്റ്സ് ഓൺ പോസ്റ്റ് കാർഡ്സ് ടു നൊമിത റിഗാർഡിങ് ഹർ ഹാർഡ്ഷിപ്സ്. തൻ്റെ പ്രയാസങ്ങൾ അറിയിച്ചുകൊണ്ട് നൊമിതയ്ക്ക് പോസ്റ്റ് കാർഡിൽ കത്തയക്കുന്ന ആളാണ് അവളുടെ അമ്മ. ഷീ പുട്സ് ദ റെക്കോർഡ് ഓഫ് ഹർ വേരിയസ് ഹാർഡ്ഷിപ്സ് ഇൻ ഹർ ലെറ്റേഴ്സ് ടു നൊമിത. നൊമിതയ്ക്ക് തൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി കത്ത് സ്ഥിരമായിട്ട് അയക്കാറുണ്ട്. നൊമിത ഫോർബിഡ്സ് ഹർ ഫ്രം റൈറ്റിംഗ് ലെറ്റേഴ്സ് ആസ്കിങ് ഫോർ മണി. നൊമിത അമ്മയെ ഫോർബിഡ് ചെയ്യും, വിലക്കും. കത്ത് അയക്കുന്നത്, പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് അയക്കുന്നത് വിലക്കും. ബട്ട് ഷീ കണ്ടിന്യൂസ് ടു ഡു ദ സെയിം. പക്ഷേ അവളത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഷീ ഫോക്കസസ് ഓൺ മേക്കിംഗ് എ ലിവിങ് റാദർ ദാൻ കീപ്പിംഗ് പ്രൈഡ്. അവർക്ക് അഭിമാനം കീപ്പ് ചെയ്യുന്നതിലൊന്നല്ല കാര്യം, എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നതിലാണ് കാര്യം, എങ്ങനെ ജീവിക്കുക എന്നതിലാണ് കാര്യം. അജിത്ത് ലാവ്സ് അറ്റ് ഹർ നേച്ചർ. അജിത്ത് അവരുടെ രീതി കണ്ട് ചിരിക്കാറുണ്ട്. വെന്നെവർ ഹീ സീസ് എ ലെറ്റർ ഫ്രം ഹെർ ഹീ സെയ്സ് അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദിസ്. എപ്പോൾ നൊമിതയുടെ അമ്മയുടെ കത്ത് കണ്ടാലും അജിത്ത് പറയും, കുറച്ച് പണത്തിന് വേണ്ടിയാണ്. ഹി കൺസിഡേഴ്സ് ഹർ ആസ് എ ഡങ് പിക്കർ. അജിത്ത് അവരെ കാണുന്നത് ഒരു ഡങ് പിക്കറായിട്ടാണ്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ്, ഡങ് പിക്കർ എന്ന് വെച്ചാൽ ചാണകം വാരുന്ന ആളാണ്. ബട്ട് ഓൺ ദ അതർ സൈഡ് ഷീ ഈസ് പ്രൗഡ് അബൌട്ട് ഹർ റിച്ച് സൺ ഇൻ ലോ. പക്ഷേ നൊമിതയുടെ അമ്മ തൻ്റെ റിച്ചായിട്ടുള്ള സൺ ഇൻ ലോയെ പറ്റി എപ്പോഴും പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. അടുത്തത് അജിത്തിൻ്റെ ക്യാരക്ടറാണ്. ദ ഹസ്ബൻഡ് ഓഫ് നൊമിത ഇൻ ദ സ്റ്റോറി മാച്ച് ബോക്സ്. മാച്ച് ബോക്സ് എന്ന സ്റ്റോറിയിലെ നൊമിതയുടെ ഹസ്ബൻഡാണ് അജിത്ത്. ഈസ് എ ടിപ്പിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ഇന്ത്യൻ ഹസ്ബൻഡ്സ്. ഇന്ത്യൻ ഹസ്ബൻഡ്സിൻ്റെ ഒരു തനി രൂപമാണ് അജിത്ത് എന്ന് പറയുന്നത്. ഹി റെപ്രസെൻറ്റ്സ് മെയിൽ ഷോവനിസം. പുരുഷാധിപത്യത്തെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ് അജിത്ത്. ഹി കൺസിഡേഴ്സ് ഹിസ് വൈഫ് ആസ് എ സ്ലേവ്. തൻ്റെ ഭാര്യയെ ഒരു അടിമയായിട്ടാണ് അജിത്ത് കൺസിഡർ ചെയ്യുന്നത്. ഹി മാരീഡ് നൊമിത ഓൺലി ബിക്കോസ് ഷി വാസ് ബ്യൂട്ടിഫുൾ. നൊമിതയെ വിവാഹം കഴിച്ചത് നൊമിത സുന്ദരി ആയതുകൊണ്ടാണ്. ഹി ഈസ് ഹെസിറ്റൻറ്റ് ടു ഗിവ് ഹർ ദ സ്പേസ് ഷീ ഡിസേർവ്സ്. അവൾ അർഹിക്കുന്ന സ്പേസ് അവൾക്ക് കൊടുക്കാറില്ല. ഹി ഓൾവേസ് ലുക്സ് ഡൗൺ അപ്പോൺ ഹർ ആൻഡ് ലാവ്സ് അറ്റ് ഹർ. അവളെ എപ്പോഴും കളിയാക്കാറുണ്ട്. ഹി നെവർ കെയർസ് ഫോർ ഹർ ഫീലിങ്സ്. അവളുടെ ഫീലിങ്സിനെ കെയർ ചെയ്യാറില്ല. ദോ ഹി ഈസ് നോട്ട് ഏബിൾ ടു ഫൈൻഡ് എനിത്തിങ് റോങ് വിത്ത് ഹർ ആഫ്റ്റർ ലൈഫ് ഓഫ് 6 months ടുഗദർ. 6 മാസം ഒരുമിച്ച് ജീവിച്ചിട്ടും യാതൊന്നും സസ്പീഷ്യസ് ആയിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഹി സ്റ്റിൽ റിമെയിൻ സസ്പീഷ്യസ്. അയാൾ ഇപ്പോഴും സസ്പീഷ്യസ് ആണ്. ഹി ട്രൈസ് ടു അഡ്ജസ്റ്റ് വിത്ത് ഹിം ദ മാക്സിമം. അയാളോടൊപ്പം പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഹി ഹാസ് ദ ഹാബിറ്റ് ഓഫ് സ്മോക്കിംഗ്. പുക വലിക്കുന്ന ശീലമുള്ള ആളാണ് അജിത്ത്. ഹി നോസ് സർട്ടൻ ടാക്ടിക്സ്. അജിത്തിനും ചില തന്ത്രങ്ങളൊക്കെ അറിയാം, ടാക്ടിക്സ് അറിയാം. ഹി ടേക്സ് ദ പൊസഷൻ ഓഫ് ദ കീ ടു ദ ലെറ്റർ ബോക്സ്. അത്ര മതിയേ. ഫിഷിങ് ഇറ്റ് ത്രൂ ദ ഗ്യാപ്സ് എമംഗ് 52 ഹാൻഡ്സ് ഓഫ് ദ ജോയിൻറ്റ് ഫാമിലി എന്ന് വെച്ചാൽ ജോയിൻറ്റ് ഫാമിലിയിലെ 52 കൈകൾ, 26 മെമ്പേഴ്സിൻ്റെ കൈവശം അവരിൽ ആരുടെയിലും ഒക്കെ കൈവശമായിരിക്കേണ്ട താക്കോലാണ് അജിത്ത് തന്ത്രപരമായിട്ട് കൈവശം വെച്ചിരിക്കുന്നത്. അതാണ് അജിത്തിന് ചില തന്ത്രങ്ങൾ അറിയാമെന്ന് പറയുന്നത്. ഹി നെവർ ഹെസിറ്റേറ്റ് ടു ടേക്സ് ദ പൊസഷൻ ഓഫ് ഹിസ് വൈഫ്സ് ലെറ്റേഴ്സ്. തൻ്റെ ഭാര്യയുടെ കത്ത് കൈക്കലാക്കാൻ അജിത്തിന് ഒരു മടിയുമില്ല. ദോ ഹി കനോട്ട് ട്രൂത്ത്ഫുള്ളി മേക്ക് എനി ക്ലെയിം ദാറ്റ് ഹി ഹാസ് ബീൻ ഏബിൾ ടു ഡിസ്കവർ എനി ലെറ്റർ സസ്പീഷ്യസ്. സംശയാസ്പദമായ ഒരു ലെറ്റർ പോലും കണ്ടു എന്ന് അജിത്തിന് പറയാൻ കഴിയില്ല എങ്കിലും ഹി സ്റ്റിൽ ഓപ്പൺസ് നൊമിതാസ് ലെറ്റേഴ്സ്. ഇപ്പോഴും നൊമിതയുടെ കത്ത് ഓപ്പൺ ചെയ്യും, റീഡ്സും വായിക്കും. ആൻഡ് ഡസൻ കെയർ ടു ഹാൻഡ് ഇറ്റ് ഓവർ ടു ഹെർ. അവൾക്ക് കൊടുക്കാറുമില്ല.
ഹി ഡസ് ഇറ്റ് ഡെലിബറേറ്റ്ലി, മനഃപൂർവ്വമാണത് ചെയ്യുന്നത്. നുമിത ഹാസ് റിമൈൻഡഡ് ഹിം മെനി ടൈംസ് നോട്ട് ടു റീഡ് ഹെർ ലെറ്റേഴ്സ്. തൻ്റെ കത്ത് വായിക്കരുതെന്ന് നുമിത ഒരുപാട് തവണ അജിത്തിനോട് പറയും. ബട്ട് ഹി ഗീവ്സ് നോ ഇയേഴ്സ് ടു ഹെർ വേർഡ്സ്. പക്ഷേ അജിത്ത് അവളുടെ വാക്കുകൾ ശ്രദ്ധിക്കാറില്ല. ഹി തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് ഹിസ് ഡ്യൂട്ടി ടു റീഡ് ഹിസ് വൈഫ് ലെറ്റേഴ്സ്. തൻ്റെ ഭാര്യയുടെ കത്ത് വായിക്കുന്നത് തൻ്റെ ഡ്യൂട്ടിയാണ് എന്നാണ് അജിത്ത് ചിന്തിക്കുന്നത്. അജിത്ത് നോട്ട് ഓൺലി റീഡ്സ് നുമിതാസ് ലെറ്റേഴ്സ് ബട്ട് സംടൈംസ് കീപ്സ് ഇറ്റ് വിത്ത് ഹിം. അജിത്ത് ഭാര്യയുടെ കത്ത് വായിക്കുക മാത്രമല്ല അത് തൻ്റെ കൈവശം വെക്കുകയും ചെയ്യാറുണ്ട്. അജിത്ത് ആൻഡ് നൊമിത ഹാവ് ക്വാറൽസ് ഓഫൺ റിഗാർഡിംഗ് ദ ഇഷ്യൂ ഓഫ് ലെറ്റേഴ്സ്. ലെറ്റേഴ്സിൻ്റെ പേരിൽ അജിത്തും നൊമിതയും തമ്മിൽ വഴക്കിടാറുണ്ട്. ഹി ഈസ് സോ ടാക്ട്ഫുൾ ഇൻ സിറ്റുവേഷൻ ലൈക്ക് ദിസ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അയാൾ ഭയങ്കര തന്ത്രശാലിയാണ്. അറ്റ് ഫസ്റ്റ് ഹി ഡസ് നോട്ട് ബോദർ വാട്ട് ഷീ സേസ്. അവൾ എന്താ പറയുന്നതെന്ന് ശ്രദ്ധിക്കാറില്ല. ഇഫ് ഷീ പെർസിസ്റ്റ് ഹി ട്രൈസ് ടു ലാഫ് ഇറ്റ് അവേ. അവർ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ അയാൾ ചിരിച്ചു തള്ളും. ഇഫ് ലാഫ്റ്റർ ഡസ് നോട്ട് ഗെറ്റ് ഹിം ഔട്ട് ഓഫ് ഡീപ് വാട്ടർ ഹിസ് കോൾസ് ഹർ. ലാഫ്റ്റർ ചിരിച്ചു തള്ളാൻ ശ്രമിച്ചിട്ടും പരിഹാരമില്ലെങ്കിൽ വഴക്ക് പറയും. അപ്പോൾ ആദ്യം അവൾ പറയുന്നത് കേൾക്കാതിരിക്കും, എന്നിട്ട് അവൾ പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ചിരിച്ചു തള്ളാൻ ശ്രമിക്കും. ചിരിച്ചു തള്ളുന്നത് അവൾ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് കണ്ടാൽ അവളെ വഴക്ക് പറയും. ഹി ഈവൻ കോൾസ് ഹർ എ ഡങ് പിക്കേഴ്സ് ഡോട്ടർ. ഒരു ചാണകം വാരിയുടെ മകൾ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ട്. അജിത്ത് യൂസസ് അബ്യൂസീവ് വേർഡ്സ് ഓൺ ഹർ മദർ. അജിത്ത് അവളുടെ അമ്മയെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെന്നെവർ ഹി സീസ് എ ലെറ്റർ ഫ്രം ഹർ മദർ ഹി സെയ്സ് അനദർ ഹാൻഡ്ഫുൾ ഓഫ് ക്യാഷ് ഫോർ ദിസ്. എപ്പോൾ അമ്മയുടെ കത്ത് കണ്ടാലും കുറേ പണത്തിന് വേണ്ടിയാണ് എന്ന് അജിത്ത് പറയും. ഇത്രയൊക്കെ മതി അജിത്തിൻ്റെ ക്യാരക്ടർ. അടുത്തത് ഹൊറിഗല്ലു. വളരെ ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ് ഹൊറിഗല്ലു എന്നുള്ള ചാപ്റ്റർ. ദ വേർഡ് ഹൊറിഗല്ലു ലിറ്ററലി മീൻസ് എ സ്റ്റോൺ ബെഞ്ച് ദറ്റ് ക്യാൻ ബെയർ വെയ്റ്റ്. ഭാരം താങ്ങാൻ കഴിയുന്ന ഒരു കല്ലുകൊണ്ടുള്ള ബെഞ്ചിനെയാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. The word horigallu literally means a stone bench that can bear weight. It is a large flat stone. വളരെ വലിയ ഒരു ഫ്ലാറ്റായിട്ടുള്ള സ്റ്റോണാണ്. പ്ലേസ്ഡ് ഹൊറിസോണ്ടലി ഓവർ ടു വെർട്ടിക്കൽ വൺസ്. രണ്ട് വെർട്ടിക്കലായിട്ടുള്ള കല്ലുകളുടെ മുകളിൽ ഹൊറിസോണ്ടലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു കല്ലാണ് ഹൊറിഗല്ലു എന്ന് പറയുന്നത്. ഹൊറിഗല്ലു ഈസ് എ സ്റ്റോൺ ബെഞ്ച് that can bear weight. It is a large flat stone placed horizontally over two vertical ones. A horigallu is seen in typical Indian villages. ഒരു ഹൊറിഗല്ലു കാണാൻ കഴിയുന്നത് ഇന്ത്യൻ വില്ലേജസിലാണ്. ഹൊറിഗല്ലൂസ് ആർ പ്ലേസ്ഡ് നിയർ മാസീവ് ട്രീസ് which provide much need shade and succor for the travelers. ആളുകൾക്ക് ആവശ്യമുള്ള തണലും ആശ്വാസവും നൽകുന്ന മരങ്ങളുടെ ചുവട്ടിലാണ് ഹൊറിഗല്ലൂസ് സാധാരണയായിട്ട് വയ്ക്കാറുള്ളത്. A horigallu literally means a stone bench that can bear weight. It is a large flat stone placed horizontally over two vertical ones. Horigallus are seen in typical Indian villages. Horigallus are placed near massive trees which provide much needed shade and succor for the passengers. എന്താണ് ഹൊറിഗല്ലുവിൻ്റെ സിഗ്നിഫിക്കൻസ്? ട്രാവലേഴ്സ് ക്യാൻ സ്പെൻഡ് ദെയർ ടൈം സിറ്റിംഗ് അണ്ടർ ദ ട്രീ. യാത്രക്കാർ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് അവരുടെ സമയം ചെലവഴിക്കും. ദേ ക്യാൻ സിറ്റ് ഓൺ ദ ഹൊറിഗല്ലു. അവർ ഹൊറിഗല്ലുവിൽ വന്നിരിക്കും. പ്ലേസ് ദ തിങ്സ് ദേ ക്യാരി ഓൺ ഇറ്റ്. അവർ കൊണ്ടുവരുന്ന സാധനം അതിൽ വെക്കും. റെസ്റ്റ് ഫോർ സം ടൈം. കുറച്ച് സമയം വിശ്രമിക്കും. ആൻഡ് ഷെയർ ദ ന്യൂസ് ഓഫ് ദ റോഡ്. എന്നിട്ട് വഴിയരികിലെ വാർത്തകൾ ഷെയർ ചെയ്യും. വാട്ടർ വുഡ് ബി കെപ്റ്റ് ഇൻ എർത്തൺ പോട്ട്സ് നിയർ ദ ഹൊറിഗല്ലു ആൻഡ് പീപ്പിൾ കുഡ് ക്വെൻച്ച് ദെയർ തേഴ്സ്റ്റ്. വെള്ളം മൺകുടത്തിൽ കൊണ്ടുവെക്കും. ആളുകൾക്ക് അവരുടെ ദാഹം ശമിപ്പിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നോക്കിക്കേ, ട്രാവലേഴ്സ് ക്യാൻ സ്പെൻഡ് ദെയർ ടൈം സിറ്റിംഗ് ഓൺ ദ ഹൊറിഗല്ലു. They can put the things they carry on it. They can take rest for a while and they can share the news with a fellow traveler. And water would be kept in earthen pots and people could quench their thirst. For സുധാമൂർത്തിയെ സംബന്ധിച്ച് two people, രണ്ടാളുകൾ, her grandfather and രത്ന act as ഹൊറിഗല്ലൂസ്. സുധാമൂർത്തിയെ സംബന്ധിച്ച് അവളുടെ ഗ്രാൻഡ് രത്നയുമാണ് ഹൊറിഗല്ലൂസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അടുത്തത് നമ്മൾ ഗ്രാൻഡ് ഫാദറിനെ പറ്റി പറയുന്നു. ഹർ ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ഹു വുഡ് കം ആൻഡ് സ്പെൻഡ് അവേഴ്സ് അണ്ടർ ദ ട്രീ സിറ്റിംഗ് ഓൺ ദ സ്റ്റോൺ ബെഞ്ച്. ഹർ ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. അവളുടെ ഗ്രാൻഡ് ഫാദർ ഒരു റിട്ടയർഡ് സ്കൂൾ ടീച്ചറാണ്. ഹി വുഡ് കം സിറ്റ് ഓൺ ദ ഹൊറിഗല്ലു ഫോർ ലോങ് ടൈം. അദ്ദേഹം വന്ന് ഹൊറിഗല്ലുവിൽ ഒരുപാട് സമയം ചെലവഴിക്കാറുണ്ട്. പീപ്പിൾ ഹു വോക്ക് ലോങ് ഡിസ്റ്റൻസസ് വുഡ് കം നിയർ ദ ഹൊറിഗല്ലു. ദൂരെ ദേശങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരും. would drink the fresh water കുടിക്കും. ആൻഡ് ദേ ഷെയർ ദെയർ വറീസ് വിത്ത് ദ ഗ്രാൻഡ് ഫാദർ. ആളുകൾ വന്നിട്ട് ഗ്രാൻഡ് ഫാദറിനോട് അവരുടെ ദുഃഖങ്ങൾ ഷെയർ ചെയ്യും. ദേ ഷെയർ ദെയർ ഡെയിലി ലൈഫ് പ്രോബ്ലംസ് വിത്ത് ദിസ് മാൻ. അവരവരുടെ നിത്യജീവിതത്തിലെ പ്രശ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. ദ ഗ്രാൻഡ് ഫാദർ വുഡ് ഓൺലി ലിസൺ
വിതൗട്ട് സെയിങ് എനിത്തിങ് ഇൻ റിട്ടേൺ. ഗ്രാൻഡ് ഫാദർ ശ്രദ്ധിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ഹി വുഡിൻ സേ എനിത്തിങ് ഇൻ റിട്ടേൺ. തിരിച്ചൊന്നും പറയാറില്ല. ഫോർ ദ പീപ്പിൾ ഹിസ് പ്രസൻസ് വാസ് എ ഗ്രേറ്റ് റിലീഫ്. അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ആണ് ഒരു വലിയ ആശ്വാസം. നോക്കിക്കേ, ഹെർ ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ. ഹി വുഡ് സ്പെൻഡ് ഹിസ് ടൈം നിയർ ദ ഹൊറിഗല്ലു. പീപ്പിൾ വുഡ് കം ആൻഡ് ഷെയർ ദെയർ ഡെയിലി ലൈഫ് വറീസ് വിത്ത് ഹിം. ഹി വുഡ് ഓൺലി ലിസൺ ടു ദം. അദ്ദേഹം അവരെ കേൾക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. ദ ഹൊറിഗല്ലു വാസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇൻ ദെയർ ലൈഫ്സ്. അവരുടെ ലൈഫിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചറാണ് ഹൊറിഗല്ലു. ദ ഗ്രാൻഡ് ഫാദർ വുഡ് സേ, ഗ്രാൻഡ് ഫാദർ ഇടയ്ക്കിടയ്ക്ക് പറയും, എ ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. ഏതൊരു യാത്രയിലും ഒരു ഹൊറിഗല്ലു അത്യന്താപേക്ഷിതമാണ്. വി ഓൾ ക്യാരി ബേർഡൻസ് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മളുടെ സിറ്റുവേഷൻ, സാഹചര്യവും നമ്മളുടെ കപ്പാസിറ്റി, കഴിവും അനുസരിച്ച് നമ്മളെല്ലാം ഭാരം ചുമക്കുന്നവരാണ്. ബട്ട് എവറി വൺസ് ഇൻ എ വൈൽ, ഇടയ്ക്കിടയ്ക്ക് വി നീഡ് ടു സ്റ്റോപ്പ്, നമ്മൾ നിൽക്കണം. പുട്ട് ഓൺ ദ ബേർഡൻ, ഭാരം ഇറക്കി വെക്കണം. ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം, കുറേ സമയം റെസ്റ്റ് എടുക്കണം. ദെൻ ഒൺലി വി വിൽ ബി റിഫ്രഷ്ഡ് ഇനഫ് ടു ടേക്ക് അപ്പ് ദാറ്റ് ബേർഡൻ വൺസ് അഗെയിൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ബേർഡൻ വീണ്ടും എടുക്കാനും റിഫ്രഷ്ഡ് ആവാനും നമുക്ക് സാധിക്കുകയുള്ളൂ. നോക്കുക, എ ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. ഏതൊരു യാത്രയിലും ഹൊറിഗല്ലു എസെൻഷ്യലാണ്. വി ഓൾ ക്യാരി ബേർഡൻസ് അക്കോർഡിംഗ് ടു അവർ സിറ്റുവേഷൻസ് ആൻഡ് കപ്പാസിറ്റീസ്. നമ്മളുടെ കഴിവും സാഹചര്യവും അനുസരിച്ച് നമ്മളെല്ലാം ഭാരം വഹിക്കുന്നവരാണ്. ബട്ട് എവറി വൺസ് ഇൻ എ വൈൽ, ഇടയ്ക്കിടയ്ക്ക് വി നീഡ് ടു സ്റ്റോപ്പ്, നമ്മൾ നിൽക്കണം. പുട്ട് ഓൺ ദ ബേർഡൻ, ഭാരം താത്തു വെക്കണം. ആൻഡ് ടേക്ക് റെസ്റ്റ് ഫോർ സം ടൈം, ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണം. ദെൻ ഒൺലി വി വിൽ ബി റിഫ്രഷ്ഡ് ഇനഫ് ടു ടേക്ക് അപ്പ് ദാറ്റ് ബേർഡൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ബേർഡൻ വീണ്ടും എടുക്കാൻ വേണ്ടി നമ്മൾ റിഫ്രഷ്ഡ് ആവത്തുള്ളൂ. എ ഹൊറിഗല്ലു ഹെൽപ്സ് പീപ്പിൾ ടു റീഗെയിൻ ദെയർ സ്ട്രെങ്ത്. ഒരു ഹൊറിഗല്ലു ആളുകളെ അവരുടെ ഹെൽത്ത് റീഗെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. അപ്പോൾ നോക്കിക്കേ, ഹർ ഗ്രാൻഡ് ഫാദർ വാസ് എ റിട്ടയർഡ് സ്കൂൾ ടീച്ചർ ഹു വുഡ് സ്പെൻഡ് ടൈം നിയർ ദ ഹൊറിഗല്ലു. ഹി വുഡ് ട്രാവലേഴ്സ് വുഡ് കം ടു ഹിം. ദേ വുഡ് ഷെയർ ദെയർ ഡെയിലി ലൈഫ് വറീസ് വിത്ത് ഹിം. ഹി വുഡ് ഓൺലി ലിസൺ ടു ദം. ഹി വുഡിൻ സേ എനിത്തിങ് ഇൻ റിട്ടേൺ. ഹി വുഡ് സേ, എ ഹൊറിഗല്ലു ഈസ് എസെൻഷ്യൽ ഇൻ എനി ജേർണി. We all carry burdens according to our situations and capacities, but every once in a while we need to stop, put on the burden, take rest for some time, then only we will be refreshed enough to pick up that burden once again. So Horigalu helps people regain their strength. ഗ്രാൻഡ് ക്യാരക്ടേഴ്സ് ചോദിച്ചാൽ ഇതൊക്കെ എഴുതുക. ഒപ്പം he is caring, he is a patient listener, he is empathetic towards people. ഇങ്ങനെയുള്ള വാല്യൂസ് കൂടെ ആഡ് ചെയ്യുക. ഇനി അടുത്തത് രത്നയെ പറ്റിയാണ്. രത്ന വാസ് എ മിഡിൽ ഏജ്ഡ് സീനിയർ ക്ലർക്ക്. ഷീ ഓൾവേസ് കെപ്റ്റ് എ സ്മൈൽ ഓൺ ഹർ ഫേസ്. രത്ന ഒരു മിഡിൽ ഏജ്ഡ് ലേഡിയാണ്, മധ്യവയസ്കയാണ്, ഒരു സീനിയർ ക്ലർക്കാണ്. ഷീ ഓൾവേസ് കെപ്റ്റ് എ സ്മൈൽ ഓവർ ഹർ ഫേസ്. അവരുടെ മുഖത്ത് എപ്പോഴും ഒരു ചിരി ഉണ്ടാവാറുണ്ട്. ഷീ വാസ് സുധാമൂർത്തിസ് കൊളീഗ്. അവൾ സുധാമൂർത്തിയുടെ കൂട്ടുകാരിയാണ്, കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്, കൊളീഗാണ്, കൂടെ ജോലി ചെയ്യുന്ന ആളാണ്. ഷീ വാസ് എ ഗ്രാജുവേറ്റ് ഹു ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ സെയിം കമ്പനി ഫോർ 25 years. ഒരു ഗ്രാജുവേറ്റ് ആണ് രത്ന, ഡിഗ്രിക്കാരിയാണ്. ഷീ ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ സെയിം കമ്പനി ഫോർ ദ പാസ്റ്റ് 25 years. കഴിഞ്ഞ 25 വർഷമായിട്ട് രത്ന ആ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ദോ ഹെർ വർക്ക് വാസ് മണ്ടൈൻ ആൻഡ് റെപ്പറ്റേറ്റീവ്. തൻ്റെ വർക്ക് ബോറടിപ്പിക്കുന്നതും റെപ്പറ്റേറ്റീവ് ഒരേ തരത്തിലുള്ളതായിട്ടും ഷീ ഡിഡ് ഇറ്റ് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ് ബാധ കയറിയത് മാതിരിയുള്ള എനർജിയോടുകൂടിയാണ് രത്ന വർക്ക് ചെയ്യുന്നത്. Her work was mundane and repetitive, but she did it with an infectious cheerfulness. The other employees would go to her and spoke with her during noon intervals. മറ്റുള്ള എംപ്ലോയീസ് അവളുടെ അടുത്ത് ചെന്നിട്ട് noon interval സമയത്ത് അവളോട് സംസാരിക്കും. They used to share their worries with her. അവരവരുടെ ദുഃഖങ്ങളാണ് അവളോട് ഷെയർ ചെയ്യുന്നത്. But Ratna simply listened to their problems. രത്ന അവരുടെ പ്രോബ്ലംസ് കേൾക്കുക മാത്രമേ ചെയ്യൂ. They strongly trusted her. അവരവളെ വിശ്വസിക്കുമായിരുന്നു. So they could talk to her freely. അതുകൊണ്ട് അവളോട് ഫ്രീ ആയിട്ട് സംസാരിക്കാം. She never betrayed the secrets of others. മറ്റുള്ളവരുടെ രഹസ്യം ഒരിക്കലും രത്ന മറ്റൊരാളോട് റിവീൽ ചെയ്യില്ല. ബിട്രേ ദ സീക്രറ്റ്, രഹസ്യം വെളിവാക്കുക എന്നാണ്. She considered betraying someone's confidence as the worst kind of betrayal. ആരുടെയെങ്കിലും കോൺഫിഡൻസ്, രഹസ്യം ബിട്രേ ചെയ്യുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ബിട്രയൽ എന്ന് രത്ന വിശ്വസിച്ചു. അപ്പോൾ നോക്കിക്കേ, രത്ന വാസ് എ മിഡിൽ ഏജ്ഡ് ലേഡി. ഷി വാസ് എ സീനിയർ ക്ലർക്ക്. ഷി വാസ് സുധാമൂർത്തിസ് കൊളീഗ്. ഷി വാസ് എ ഗ്രാജുവേറ്റ്. ഷി ഹാഡ് ബീൻ വർക്കിംഗ് ഇൻ ദ സെയിം കമ്പനി ഫോർ ദ പാസ്റ്റ് 25 years. She did her mundane repetitive work with an infectious cheerfulness. During noon interval, other employees would share their problems with her.
They could trust her and they could talk to her freely because she never betrayed their confidence. She considered betraying someone's confidence as the worst kind of betrayal. Ratna was not a trained counselor or an intellectual. രത്ന ഒരു ട്രെയിൻഡ് കൗൺസിലറും അല്ല ഇൻ്റലക്ച്വലും അല്ല. രത്നയ്ക്ക് കൗൺസിലിങ്ങും അറിയില്ല. രത്ന ഒരു അതിബുദ്ധിമതിയായ സ്ത്രീയുമല്ല. ബട്ട് ഷി ഹേർഡ് ദം വിത്ത് സിമ്പതി ആൻഡ് വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. രത്ന മറ്റുള്ളവരെ സിമ്പതിയോടുകൂടി കേൾക്കുകയും യാതൊരു ജഡ്ജ്മെൻറ്റും ഇല്ല. നിങ്ങൾ ചെയ്തത് തെറ്റാണെന്നോ നിങ്ങൾ ചെയ്തത് ശരിയാണെന്നോ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ ഇതൊന്നും പറയാതെ ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ രത്ന മറ്റുള്ളവരെ കേൾക്കുമായിരുന്നു. Ratna was not a trained counselor or an intellectual, but she would listen to others with sympathy and without any judgment. Nobody can solve others' problems. They have to solve it by themselves. ആർക്കും മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. They have to solve it by themselves. എല്ലാവരും അവരുടെ പ്രശ്നം തനിയെ പരിഹരിക്കാം. രത്ന would always say, രത്ന എപ്പോഴും പറയും, God has given me 2 ears to listen to others. ദൈവം എനിക്ക് 2 ചെവികൾ തന്നിട്ടുണ്ട്. When a person in trouble, പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, or under a lot of strain, അല്ലെങ്കിൽ ഒരു വലിയ സ്ട്രെയിനിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, finds an outlet for her worries, തൻ്റെ ദുഃഖങ്ങൾക്ക് ഒരു ഔട്ട്ലെറ്റ്, അത് ഒഴുക്കി കളയാനുള്ളൊരു മാർഗം കണ്ടുപിടിച്ചാൽ it relieves half her burden, അത് അവരുടെ ഭാരത്തിൻ്റെ പകുതി കുറച്ചു കൊടുക്കും. When a person in trouble or under a lot of stress finds an outlet for his worries, it relieves half his burden. ഹൊറിഗെല്ലു ഗീവ്സ് പീപ്പിൾ ഫിസിക്കൽ റിലീഫ്. ഹൊറിഗെല്ലു ആളുകൾക്ക് ശാരീരികമായ റിലീഫാണ് കൊടുക്കുന്നത്. whereas the presence of grandfather and Ratna give them psychological relief. സൈക്കോളജിക്കലായിട്ടുള്ള ആശ്വാസം, മനഃശാസ്ത്രപരമായ ആശ്വാസമാണ് ഗ്രാൻഡ് ഫാദറിനെയും രത്നയും പോലുള്ള ആളുകൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നത്. ദ സൈക്കോളജിക്കൽ കംഫർട്ട് ആൻഡ് ദ മെൻ്റൽ റിഫ്രഷ്മെൻറ്റ് ദേ വുഡ് ഗിവ് പീപ്പിൾ. അവർ ആളുകൾക്ക് നൽകുന്ന സൈക്കോളജിക്കൽ കംഫർട്ടും മെൻ്റൽ റിഫ്രഷ്മെൻറ്റും ഈ സിംബോളിക് ഓഫ് ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് ഹൊറിഗെല്ലു. ഹൊറിഗെല്ലു എന്ന് പറയുന്ന വസ്തുവിന് അത് കൊടുക്കുന്ന ആശ്വാസത്തിന് തുല്യമാണ്. അപ്പോൾ ആ ചാപ്റ്റർ ഒന്നുകൂടെ നോക്കുക. ഹൊറിഗെല്ലു ഈസ് എ horigellu literally means a stone bench that can bear weight. It is a large flat stone placed horizontally over 2 vertical ones. People would come and sit on the horigellu. They could take rest for a while. They could share the news of the road with a fellow traveler, and the water would be kept in earthen pots near the horigellu, and people could quench their thirst. Horigellus are seen in typical Indian villages, and they are placed near massive trees which would provide much needed shade and succor for travelers. For Sudhamurthy, 2 people act as horigellu, her grandfather and Ratna. Her grandfather was a retired school teacher who would spend his time near the horigellu. People would come and share their daily life problems with him. He would only listen to them, but talking to him seemed to refresh them. Grandfather would always say, a horigellu is essential in any journey. We all carry burdens according to our situations and capacities, but every once in a while we need to stop, put down the burden, take rest for some time, then only we will be refreshed enough to pick up that burden once again. A horigellu helps people regain their strength. Ratna was Sudhamurthy's colleague. She was a middle-aged lady and a senior clerk. She was a graduate who had been working in the same company for the past 25 years. She did her mundane repetitive work with an infectious cheerfulness. During lunch interval, other employees would share their worries with her. They could talk to her freely because she would never betray their confidence. Betraying someone's confidence is the worst kind of betrayal according to Ratna. She would say, God has given me 2 ears to listen to others. She would hear others with sympathy and without any judgment. When a person, nobody can solve others' problems, they have to solve it by themselves. When a person in trouble or under a lot of strain finds an outlet for his worries, it relieves half his burden. The physical presence of a horigellu or the psychological relief that grandfather and Ratna would give people is symbolic of the physical presence of the horigellu. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇത്രയുമാണ് ഫസ്റ്റ് യൂണിറ്റിൽ നിന്ന് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഒപ്പം വിമൻ എംപവർമെൻറ്റിനെ പറ്റി ജനറലായിട്ടൊരു എസ്സേ നോക്കുക. എനി വുമൺ എന്നുള്ള പോയം വളരെ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് പോവുക. ഓക്കെ,
സെക്കൻഡ് യൂണിറ്റിൽ ആദ്യം പഠിക്കാനുള്ളത് മെൻഡിങ് വോളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയമാണ്. ആ പോയത്തിൻ്റെ വളരെ ഷോർട്ടായിട്ടുള്ളൊരു സമ്മറിയാണിത്. പോയം വായിക്കാതെ എക്സാമിന് പോകരുത്. ദ പോയറ്റ് ഡിസ്കസസ് ദ ഫ്യൂട്ടിലിറ്റി ഓഫ് എ വോൾ. ഒരു വോളിൻ്റെ ഫ്യൂട്ടിലിറ്റി, ആവശ്യമില്ലായ്മയെ പറ്റിയാണ് കവി ഡിസ്കസ് ചെയ്യുന്നത്. ദെയർ ഈസ് സംതിങ് ദറ്റ് ഡസ് നോട്ട് ലവ് എ വോൾ. വോളിനെ ഇഷ്ടമല്ലാത്ത എന്തോ ഒന്നുണ്ട്. കാരണം എന്താ? ദ ഗ്രൗണ്ട് അണ്ടർ ദ വോൾ ഈസ് ഫ്രോസൺ. വോളിൻ്റെ താഴ്വശത്തെ ഗ്രൗണ്ട് ഫ്രോസൺ ആണ്, അമങ്ങിയിരിക്കുകയാണ്. ആൻഡ് ദ അപ്പർ ബോൾഡേഴ്സ് ആർ സ്പ്ലിറ്റ്. അപ്പർ ബോൾഡേഴ്സ് എല്ലാം തകർന്നിരിക്കുകയാണ്. ബോൾഡർ എന്ന് വെച്ചാൽ ഉരുളൻകല്ലുകൾ. അപ്പോൾ വോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഉരുളൻകല്ലുകളെല്ലാം തകർന്നു പോയിരിക്കുകയാണ്. സോ ദ ഗ്രൗണ്ട് അണ്ടർ ദ വോൾ ആസ് വെൽ ആസ് ദ അപ്പർ പാർട്ട് ഓഫ് ദ വോൾ ആർ ബ്രോക്കൺ. ദർ ആർ ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് ടുഗെദർ. രണ്ടു പേർക്ക് ഒരുമിച്ച് കടക്കാൻ കഴിയുന്ന അത്രയും വലിയ ഗ്യാപ്പ് മതിലിലുണ്ട്. ദ ഹണ്ടേഴ്സ് ഡിസ്ട്രോയ് ദ വോൾ കംപ്ലീറ്റ്ലി. അതിൻ്റെ കൂട്ടത്തിൽ വേട്ടക്കാരും ഈ വോള് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്. ദ പോയിറ്റ് കംസ് ആഫ്റ്റർ ദം ആൻഡ് റിപ്പയർസ് ഇറ്റ്. കവിയാണ് ഇവർക്ക് പുറകിന് വന്നിട്ട് ഈ വോള് റിപ്പയർ ചെയ്യുന്നത്. അറ്റ് സ്പ്രിങ് ആണ് മെൻഡിങ് ടൈം. ദ പോയിറ്റ് ഇൻഫോംസ് ഹിസ് നൈബർ and they meet to repair the wall. Spring is the mending time. Why? Because spring is the only season to work outdoors. ഔട്ട്ഡോറിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു സീസൺ സ്പ്രിംഗ് ആണ്. അതുകൊണ്ടാണ് സ്പ്രിംഗ് സീസണിൽ അവർ മെൻഡിങ് ടൈമായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ദ പോയറ്റ് ഇൻഫോംസ് ഹിസ് നൈബർ. കവിയാണ് തൻ്റെ അയൽക്കാരനെ അറിയിക്കുന്നത്. ആൻഡ് ദേ സ്റ്റാർട്ട് റിപ്പയറിങ് ദ വോൾ. രണ്ടുപേരുടെ വോള് റിപ്പയർ ചെയ്യാൻ തുടങ്ങും. നൗ ദ പോയറ്റ് ഡിസ്ക്രൈബ്സ് ദ ആക്ട് ഓഫ് മെൻഡിങ് ദ വോൾ. വോള് മെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രവൃത്തികളെ പറ്റി അദ്ദേഹം പറയുകയാണ്. ദേ വോക്ക് ദ ലൈൻ ആൻഡ് റിപ്പയർ ദ വോൾ ആസ് ദേ ഗോ. ദേ വോക്ക് ദ ലൈൻ. അവർ ആ വോളിന് കുറുകെയുള്ള, ആ വോളിന് പാരലായിട്ടുള്ള ലൈനിൽ കൂടെ നടക്കും. ആ വോളിനടുത്തൂടെ നടക്കും, സമാന്തരമായിട്ട് നടക്കും. ആൻഡ് ദേ റിപ്പയർ ആസ് ദേ ഗോ. അവർ പോകുന്ന അനുസരിച്ച് റിപ്പയർ ചെയ്തു. സം ഓഫ് ദ സ്റ്റോൺസ് ആർ ഷേപ്പ്ലെസ്. ചില കല്ലുകൾ ഷേപ്പില്ലാത്തതാണ്. ആൻഡ് സം ആർ ബോൾ ഷേപ്പ്. ചിലതിന് ബോൾ ഷേപ്പാണ്. The poet considers the mending of the wall to be an outdoor game. ഈ മെൻഡിങ് പ്രോസസ്സിനെ കവി ഒരു ഔട്ട്ഡോർ ഗെയിമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഒരു സിമിലിയാണത്. The poet says that there is no need of a wall. വോളിൻ്റെ ആവശ്യമില്ല എന്ന് കവി പറയുന്നു. Why? Because both have acres of land. രണ്ടു പേർക്കും ഏക്കർ കണക്കിന് ഭൂമിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എന്തിനാ ഒരു മതിൽ? Again, the poet grows apple trees. പോയറ്റ് വളർത്തുന്നത് ആപ്പിൾ ട്രീസ് ആണ്. ഇസ് നൈബർ ഗ്രോസ് പൈൻ ട്രീസ്. കവിയുടെ അയൽക്കാരൻ വളർത്തുന്നത് പൈൻ ട്രീസ് ആണ്. ദ പോയറ്റ്സ് ആപ്പിൾ ട്രീസ് വിൽ നോട്ട് ഡിസ്ട്രോയ് ദ കോൺസ് അണ്ടർ ദ പൈൻ ട്രീസ്. പോയറ്റിൻ്റെ ആപ്പിൾ മരം അപ്പുറത്തെ അയ്യത്ത് കയറിയിട്ട്, അപ്പുറത്തെ പുരടത്തിലേക്ക് കയറി അവിടുത്തെ കോണൊന്നും തിന്നില്ല. ആൻഡ് ദ തേർഡ് റീസൺ ഈസ് ദേ ഡോണ്ട് ഹാവ് കൗസ് ടു ഗെറ്റ് അക്രോസ്. അങ്ങോട്ടും ഇങ്ങോട്ടും കയറാൻ വേണ്ടി പശുക്കളെ വളർത്തുന്നില്ലല്ലോ. അപ്പോൾ ഇതുകൊണ്ടൊന്നും എന്തിൻ്റെ ആവശ്യമില്ല, വോളിൻ്റെ ആവശ്യമില്ല. The poet grows apple trees and his neighbor grows pine trees. The poet tells his neighbor that his apple trees won't destroy the pine trees, but the neighbor says good fences make good neighbors. അപ്പോൾ കവി പറയും നമുക്കിവിടെ ഒരു മതിലിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ അയൽക്കാരൻ പറയും good fences make good neighbors. The poet considers himself as a mischievous person. Spring is the mischief in me എന്ന് പറയുന്നത് ഒരു മെറ്റഫറാണ്. അപ്പോൾ കവി തന്നെ ഒരു കുരുത്തം കെട്ട വ്യക്തിയായിട്ടാണ് കാണുന്നത്. Whenever he makes a wall, he asks what he is making or why he is making a wall. എപ്പോൾ മതിൽ നിർമ്മിച്ചാലും എന്തിനാണ് മതിൽ നിർമ്മിക്കുന്നതെന്ന് കവി ചോദിക്കും. His neighbor always follows his father's word that good fences make good neighbors. തൻ്റെ അയൽക്കാരൻ എപ്പോഴും തൻ്റെ അച്ഛൻ പറയുന്നതേ കേൾക്കാറുള്ളൂ. Good fences make good neighbors. So the poet feels that his neighbor walks in darkness. അതുകൊണ്ട് കവിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? തൻ്റെ അയൽക്കാരൻ ഇരുട്ടിൽ കൂടി നടക്കുന്നു എന്ന് ഫീൽ ചെയ്യും. ഇതിലൊരു ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ്. മോഡൽ എക്സാമിനൊക്കെ ചോദിച്ചിരുന്നതാണ്. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് ഈസ് ആൻ ഓഫ് കോട്ടഡ് അഡേജ്. ഓഫ് കോട്ടഡ് എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യപ്പെടുന്ന പ്രോവർബാണ്. ടു റെപ്രസെൻറ്റ് ദ നീഡ് ഓഫ് എ സെപ്പറേഷൻ. ഒരു സെപ്പറേഷൻ്റെ ആവശ്യകതയെപ്പറ്റി നമ്മളെ ബോധിപ്പിക്കുന്ന ഒരു ഓഫ് കോട്ടഡ് അഡേജ് ആണ് ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് എന്നുള്ളത്. ദിസ് ലൈൻ ഈസ് പെർഹാപ്സ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി കോട്ടഡ് ലൈൻ ഫ്രം ഫ്രോസ്റ്റ് പോയട്രി. ഫ്രോസ്റ്റിൻ്റെ പോയട്രിയിൽ ഏറ്റവും അധികം ഫ്രീക്വൻ്റായിട്ട് കോട്ട് ചെയ്യപ്പെടുന്ന, ഏറ്റവും അധികം ഇടയ്ക്കിടയ്ക്ക് കോട്ട് ചെയ്യപ്പെടുന്ന വരികളിലെ ഒരു വരിയാണ് ഇത്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി കോട്ടഡ് ലൈൻസ് ഫ്രം ഫ്രോസ്റ്റ് പോയട്രി.
ഇൻ എവറി കൾച്ചർ ആൻഡ് ലാംഗ്വേജ് വൺ ക്യാൻ സീ സിമിലർ പ്രോവർബ്സ്. എല്ലാ ഭാഷകളിലും എല്ലാ സംസ്കാരങ്ങളിലും നമുക്ക് ഇത്തരം പ്രോവർബുകൾ കാണാനായിട്ട് സാധിക്കും. ഇറ്റ്സ് എ ബിലീഫ് ദാറ്റ് വി ഹാവ് ടു ക്രിയേറ്റ് സർട്ടൻ ബാരിയേഴ്സ് ടു കീപ്പ് എ ഗുഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ക്രിയേറ്റ് സർട്ടൻ ബാരിയേഴ്സ്. ചില ബാരിയേഴ്സിൻ്റെ ആവശ്യമുണ്ട്, ചില തടസ്സങ്ങളൊക്കെ വേണം, ചില അകൽച്ചകളൊക്കെ വേണം. എ ഫെൻസ് ഈസ് സച്ച് എ ബാരിയർ. അത്തരത്തിലൊരു അകൽച്ചയാണ്, ഒരു ബാരിയർ, തടസ്സമാണ് ഫെൻസ് എന്ന് പറയുന്നത്, വേലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഫിസിക്കൽ ബാരിയർ വിച്ച് സെപ്പറേറ്റ്സ് ദ ലാൻഡ് ഓഫ് ടു പീപ്പിൾ. ഇത് രണ്ട് വ്യക്തികളുടെ പുരയിടങ്ങളെ തമ്മിൽ അകറ്റി നിർത്തുന്ന അല്ലെ ഗ്യാപ്പ് ഇട്ട് നിർത്തുന്ന ഒരു ഫിസിക്കൽ ബാരിയറാണ് വാൾ എന്ന് പറയുന്നത്. സച്ച് ഫിസിക്കൽ സെപ്പറേഷൻസ് ആർ മെയ്ഡ് ബിറ്റ്വീൻ ടു ലാൻഡ്സ് വെൻ ദേ ഗ്രോ ആനിമൽ ലൈക്ക് കൗസ് ഓർ വെൻ ദേ കീപ് ഡോഗ്സ്. പശുക്കളെ പോലുള്ള ഏതെങ്കിലും ആനിമൽസിനെ വളർത്തുമ്പോഴോ, നമ്മുടെ നാട്ടിലാണെങ്കിൽ പട്ടിയെ വളർത്തുമ്പോഴോ അല്ലെങ്കിൽ കോഴിയെ വളർത്തുമ്പോഴോ ഒക്കെയാണ് നമ്മൾ ഇത്തരത്തിലൊരു മതിൽ നിർമ്മിക്കുന്നത്. ദ ഫിസിക്കൽ പ്രസൻസ് ഓഫ് എ വാൾ ഓൾസോ റിമൈൻഡ്സ് ഓഫ് കീപ്പിംഗ് എ മെൻ്റൽ ബാരിയർ വിത്ത് പീപ്പിൾ. അപ്പോൾ ഈ മതിലിൻ്റെ ഫിസിക്കൽ പ്രസൻസ് നമ്മളെ മെൻ്റൽ ബാരിയർ കീപ്പ് ചെയ്യുന്നതിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നു. ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻഷിപ്പ് ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ഗെറ്റ് സോ ക്ലോസർ. നല്ലൊരു ബന്ധം നിലനിർത്താനായിട്ട് അധികം അടുക്കാതിരിക്കുന്നതാണ് നല്ലത്. വൈ? ബിക്കോസ് ആസ് ദ റിലേഷൻഷിപ്പ് ഗെറ്റ് ക്ലോസർ, ബന്ധം അടുക്കും തോറും ദർ ഇസ് എ ചാൻസ് ഫോർ എ ഫൈറ്റ്. വലിയൊരു വഴക്കിനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് എക്സ്പെക്റ്റേഷൻസ് ഇൻക്രീസ്. ഒരുപാട് പ്രതീക്ഷകളാവും, അപ്പോൾ വഴക്കിനുള്ളൊരു സാധ്യതയുണ്ടാവും. സോ ആസ് ദ റിലേഷൻഷിപ്പ് ഗെറ്റ്സ് ക്ലോസർ ദ ചാൻസ് ഓഫ് എ ഫൈറ്റ് ഇൻക്രീസസ്. When we find it difficult to adjust with our neighbors, we should build a wall. But remember, when we find it difficult to adjust with our neighbors, നമ്മുടെ അയൽക്കാരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പ്രയാസപ്പെടുമ്പോൾ we should build a wall. നമ്മളൊരു മതിൽ തീർച്ചയായിട്ടും നിർമ്മിക്കണം. A barrier in a relationship is needed in the modern world. ഇന്നത്തെ കാലത്ത് അത്തരത്തിലൊരു ബാരിയർ അത്യാവശ്യമാണ്. ബിഫോർ വി മേക്ക് എ വോൾ വി ഷുഡ് ആസ്ക് അവർ സെൽസ് ഹൂം വി ആർ ഒഫെൻഡിങ്. നമ്മളൊരു മതിൽ നിർമ്മിക്കുന്നതിന് മുമ്പ് നമ്മളോട് തന്നെ ചോദിക്കണം, നമ്മൾ ആരെയാണ് ഒഫെൻഡ് ചെയ്യുന്നത്, ആരെയാണ് വേദനിപ്പിക്കുന്നത് എന്ന്. ഒരകൽച്ച ഇട്ടുകൊണ്ട് നമ്മൾ ആരെ വേദനിപ്പിക്കുന്നത് നമ്മളോട് തന്നെ ചോദിക്കണം. ഡു നോട്ട് കീപ്പ് എ വോൾ വെയർ ഇറ്റ് ഈസ് അൺനെസസറി. ആവശ്യമില്ല എങ്കിൽ മതിൽ പണിയാൻ പോകരുത്. ഇഫ് എ വോൾ ഹേർട്ട് സമ്മൺ അബാൻഡൺ ഇറ്റ്. ഒരു മതിൽ ആരെയെങ്കിലും ഹേർട്ട് ചെയ്യുന്നെങ്കിൽ അത് അബാൻഡൺ ചെയ്യുക. എനി കൈൻഡ് ഓഫ് എ ബാരിയർ ഈസ് അൺനെസസറി ബിറ്റ്വീൻ ടു ജെൻറ്റിൽമെൻ. ഏത് തരത്തിലുള്ള ഒരു ബാരിയറും രണ്ട് മാന്യരായ വ്യക്തികളുടെ ഇടയിൽ അൺനെസസറിയാണ്. വേറെ വോൾ ഈസ് നോട്ട് നീഡഡ്, ഇറ്റ് ഓൺലി ഐസൊലേറ്റ്സ് മെൻ. ഒരു മതിൽ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ആ മതിൽ ആളുകളെ ഐസൊലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അടുത്തത് അമേഗോ ബ്രദേഴ്സ് എന്നുള്ള പാഠമാണ്. സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ അന്റോണിയോ ആൻഡ് ഫെലിക്സ്. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം, പോയിൻറ്റ്സ് യൂസ് ചെയ്യുക. അന്റോണിയോ ക്രൂസ് ആൻഡ് ഫെലിക്സ് വർഗസ്, ദ ടു അമേഗോ ബ്രദേഴ്സ്. Antonio Cruz and Felix Vargas are considered to be amigo brothers. Why? Because they are so close together in friendship that they feel themselves to be brothers. They are so close together in friendship that they feel themselves to be brothers. They are considered to be amigo brothers because they are so close together. They act like brothers. They have a lot of similarities and many differences. കുറേ similarities ഉണ്ട്, കുറേ differences ഉണ്ട്. ബോത്ത് ആർ വെൽ നോൺ ആൻഡ് എഫിഷ്യൻറ്റ് ബോക്സേഴ്സ്. രണ്ടുപേരും അറിയപ്പെടുന്ന കഴിവുള്ള ബോക്സേഴ്സാണ്. ബോത്ത് ഹാവ് മെനി ഫിസിക്കൽ ഡിഫറൻസസ്. രണ്ടുപേർക്കും നല്ല ഫിസിക്കൽ ഡിഫറൻസ് ഉണ്ട്. അന്റോണിയോ ഈസ് ഫെയർ. അന്റോണിയോ വെളുത്തിട്ടാണ്. വൈൽ ഫെലിക്സ് ഈസ് ഓഫ് ഡാർക്ക് കോംപ്ലക്ഷൻ. ഫെലിക്സിൻ്റെ നിറം കറുത്തതാണ്. കോംപ്ലക്ഷൻ നമ്മൾ കളർ എന്ന് പറയില്ല, സ്കിന്നിനെ കോംപ്ലക്ഷനെ പറയത്തുള്ളൂ. അന്റോണിയോ ഈസ് ലാങ്കി. അന്റോണിയോ മെലിഞ്ഞിട്ടാണ്. വൈൽ ഫെലിക്സ് ഈസ് ഹസ്കി. ഫെലിക്സ് നല്ല തടിച്ച് കുറുകിയിട്ടാണ്. അന്റോണിയോ ഈസ് ടോൾ. അന്റോണിയോ പൊക്കമുണ്ട്. വൈൽ ഫെലിക്സ് ഈസ് ഷോർട്ട്. ഫെലിക്സിന് പൊക്കക്കുറവാണ്. അന്റോണിയോ ഹാസ് ലോങ് ഹെയർ. അന്റോണിയോക്ക് നീളം മുടിയുണ്ട്. വൈൽ ഫെലിക്സ് ഹാസ് എൻ ആഫ്രിക്കൻ സ്റ്റൈൽ ഫോർ ഹിസ് ഹെയർ. ഫെലിക്സ് ഒരു ആഫ്രിക്കൻ ചുരുണ്ട മുടിക്കാരനാണ്. ദേ ഹാവ് എ ലോട്ട് ഓഫ് സിമിലാരിറ്റീസ് ആസ് വെൽ. ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട്. ബോത്ത് ഹാവ് ദ സെയിം മെൻ്റൽ ആറ്റിറ്റ്യൂഡ്. രണ്ടുപേർക്കും ഒരേ മാനസികമായ ആറ്റിറ്റ്യൂഡാണ്. ദേ ഹാവ് ദ ഡ്രീം ഓഫ് ബിക്കമിങ് ദ ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ഓഫ് ദ വേൾഡ്. രണ്ടുപേരുടെ സ്വപ്നം ലൈറ്റ് വെയ്റ്റ് ചാമ്പ്യൻ ആകണമെന്നാണ്. ദേ വർക്ക് ഹാർഡ് ഫോർ അച്ചീവിങ് ദെയർ ഗോൾ. തങ്ങളുടെ ലക്ഷ്യം നേടാനായിട്ട് അവർ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു. എവറി ചാൻസ് ദേ ഹാവ് ദേ വർക്കൗട്ട്. അവർക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളിലും അവർ വർക്കൗട്ട് ചെയ്യും. ഏർലി ഇൻ ദ മോർണിംഗ്
ദേ സ്റ്റാർട്ട് ദെയർ എക്സസൈസ്. അതിരാവിലെ അവർ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും. ദേ ഹാവ് ദ ഹാബിറ്റ് ഓഫ് കളക്ടിങ് ഫൈറ്റ് മാഗസിൻസ് ആൻഡ് ടോൺ ടിക്കറ്റ്സ്. രണ്ടുപേർക്കും കീറിയ ടിക്കറ്റുകളും ഫൈറ്റ് മാഗസീനുകളും കളക്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട്. ദേ ഹാവ് ദ ഹാബിറ്റ് ഓഫ് കീപ്പിംഗ് സം ക്ലിപ്പിംഗ്സ് ഓഫ് ദെയർ ഓൺ. അവരുടെ സ്വന്തം ക്ലിപ്പിംഗ് സൂക്ഷിക്കാറുണ്ട്. ദേ നോ ദാറ്റ് ദേ ആർ ഓൾവേസ് ചാമ്പ്യൻസ് ടു ഈച്ച് അതർ. പരസ്പരം ചാമ്പ്യൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈച്ച് നോസ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്സസ് ഓഫ് ദ അതർ വൺ. ഓരോരുത്തർക്കും മറ്റേ വ്യക്തിയുടെ സ്ട്രെങ്തും വീക്ക്നെസ്സും അടുത്തറിയാം. ദേ ആർ വെൽ നോൺ ആൻഡ് വെൽ റെസ്പെക്റ്റഡ് ആസ് ഗുഡ് ബോയ്സ് ഇൻ ദ ലൊക്കാലിറ്റി. ലൊക്കാലിറ്റിയിൽ അറിയപ്പെടുന്ന നല്ല പയ്യന്മാരെന്നറിയപ്പെടുന്ന കുട്ടികളാണ് രണ്ടുപേരും. ബോത്ത് ഹാവ് എ ഡിഫറെൻറ്റ് ഫൈറ്റിംഗ് സ്റ്റൈൽ ആസ് വെൽ. രണ്ടുപേർക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫൈറ്റിംഗ് സ്റ്റൈലാണ്. ഫെലിക്സ് ഹാസ് ഗോട്ട് എ ഡാഷിങ് സ്റ്റൈൽ. ഫെലിക്സിന് വളരെ കുതിച്ച് വരുന്ന ടൈപ്പ് ഒരു സ്റ്റൈലാണ്. ഗെറ്റിംഗ് സോ ക്ലോസ് ടു ഹിസ് ഒപ്പോണൻറ്റ് ആൻഡ് ത്രോയിങ് വൈൽഡ് പഞ്ചസ് അറ്റ് ഹിം. ഒപ്പോണൻറ്റിൻ്റെ എതിരാളിയുടെ തൊട്ടടുത്ത് നിന്നിട്ട് വൈൽഡായിട്ട് പഞ്ച് ഇടിക്കുന്നൊരു സ്വഭാവമാണ് ഫെലിക്സിൻ്റെത്. ആ ഒരു സ്റ്റൈലാണ് ഫെലിക്സിൻ്റെത്. ഹി ലൈക്സ് ടു ഗോ സോ ക്ലോസ് ടു ഹിസ് ഒപ്പോണൻറ്റ്. എതിരാളിയുടെ അടുത്ത് പോയി നിന്നിട്ട് അറ്റാക്ക് ബൈ യൂസിങ് ദ ഹോൾ ബോഡി. അയാളുടെ ശരീരം മുഴുവൻ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യും. ഹീ സ്റ്റോർസ് എ ഡൈനമിറ്റ് ഇൻ ഹിസ് ഹാൻഡ്സ് ആസ് വെൽ. തൻ്റെ കൈകളിൽ ഒരു ഡൈനമിറ്റ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഹി ഈസ് എഫിഷ്യൻറ്റ് ഇൻ ബോബിങ് ആൻഡ് വീവിങ് അവേ. കുതറി മാറാനും തെന്നി മാറാനും ഫെലിക്സ് വളരെ എഫിഷ്യൻ്റാണ്. അന്റോണിയോ സ്റ്റൈൽ ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. അന്റോണിയോയ്ക്ക് തികച്ചും വ്യത്യസ്തമായൊരു സ്റ്റൈലാണുള്ളത്. സിൻസ് ഹീ ഈസ് ടോൾ ഹീ വിഷസ് ടു ഹാവ് ഹിസ് ഒപ്പോണൻറ്റ് അറ്റ് എ ലോങ് റേഞ്ച്. നീളമുള്ളത് കൊണ്ട് കൈകൾക്ക് നീളമുണ്ട്. അപ്പോൾ അന്റോണിയോയ്ക്ക് നന്നായിട്ട് സ്മാഷ് ചെയ്യണമെങ്കിൽ ഒപ്പോണൻ്റ് ഒരു ലോങ് റേഞ്ചിൽ നിൽക്കുന്നതാണ് അന്റോണിയോയ്ക്ക് നല്ലത്. ഹിസ് ലെഫ്റ്റ് ഹാൻഡ് ഈസ് ലൈക്ക് എ പിസ്റ്റൺ പമ്പിങ് ജാബ്സ്. ഇടി പമ്പ് ചെയ്യുന്ന ജാബ് പമ്പ് ചെയ്യുന്ന ഒരു പിസ്റ്റൺ കണക്കെയാണ് അയാളുടെ ഇടത് കൈ. അന്റോണിയോ ഈസ് നോട്ട് സോ എഫിഷ്യൻറ്റ് ഇൻ വീവിങ് അവേ. അന്റോണിയോ കുതിരി മാറാനൊന്നും എഫിഷ്യൻ്റ് അല്ല. ബട്ട് ഹീ ഈസ് ഏബിൾ ടു ഇവേഡ് ദ ബ്ലോസ്. പക്ഷേ ഇടി ഒഴിവാക്കാൻ അന്റോണിയോയ്ക്ക് സാധിക്കും. ബ്ലോസ് ഒഴിവാക്കാൻ ഇവേഡ് ചെയ്യാൻ അന്റോണിയോയ്ക്ക് സാധിക്കും. വെൻ ബോത്ത് ഹാവ് എ ഫൈറ്റ് ബിറ്റ്വീൻ ഈച്ച് അതർ. രണ്ടുപേരും തമ്മിൽ ഒരു ഇടി നടക്കുമ്പോൾ അന്റോണിയോ കുഡ് ടേക്ക് ആൻ അപ്പർ ഹാൻഡ് ഒൺലി ബൈ കീപ്പിംഗ് ഫെലിക്സ് അറ്റ് എ ഡിസ്റ്റൻസ്. ഫെലിക്സിനെ ഒരു ഡിസ്റ്റൻസ് നിർത്തിയാൽ മാത്രമേ അന്റോണിയോയ്ക്ക് അതുകൊണ്ട് അപ്പർ ഹാൻഡ് എടുക്കാൻ പറ്റൂ. വേറാസ് ഫെലിക്സ് ടേക്സ് ഹിസ് അഡ്വാൻറ്റേജ് ബൈ ഗെറ്റിംഗ് ടു ക്ലോസ് ടു ഹിസ് ഒപ്പണൻറ്റ്. ഫെലിക്സിന് അഡ്വാൻറ്റേജ് എടുക്കണമെങ്കിൽ തൻ്റെ ഒപ്പണൻറ്റിനോട് അത്രയും അടുത്ത് നിന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അന്റോണിയോ ഹാസ് ആൻ എംപതറ്റിക് മൈൻഡ്. അന്റോണിയോയ്ക്ക് വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മൈൻഡാണ്. ബട്ട് ഫെലിക്സ് ഈസ് എ ലിറ്റിൽ ബിറ്റ് സ്ട്രോങ്ങർ. ഫെലിക്സ് പക്ഷേ കുറച്ചുകൂടി ഒരു സ്ട്രോങ്ങർ നേച്ചറുള്ള ആളാണ്. അമേഗോ ബ്രദേഴ്സ് നെവർ ഹെസിറ്റേറ്റ് ടു ഹഗ് ഈച്ച് അതർ. അമേഗോ ബ്രദേഴ്സിന് പരസ്പരം കെട്ടിപ്പിടിക്കാൻ ഒരു മടിയുമില്ല. ഫോർ ദം ദ അതർ വൺ ഈസ് ഓൾവേസ് എ ചാമ്പ്യൻ. ഒരാൾക്ക് മറ്റേ ആൾ എപ്പോഴും ഒരു ചാമ്പ്യനാണ്. ദേ കൺസിഡർ ഫ്രണ്ട്ഷിപ്പ് വാല്യുബിൾ ദാൻ എനിത്തിങ് എൽസ്. മറ്റെന്തിനേക്കാളും വാല്യുബിളാണ് ഫ്രണ്ട്ഷിപ്പ്. അടുത്തൊരു ചോദ്യമാണ്, അന്റോണിയോയും ഫെലിക്സും റിസൾട്ടിന് വെയിറ്റ് ചെയ്യാതെ റിങ് വിട്ടുപോയത് ശരിയാണോ തെറ്റാണോ? അപ്പോൾ നമ്മൾ അതിൽ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്ന പോയിൻറ്റ്സാണ് 4 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് ഗുഡ് ടു വാല്യൂ ഫ്രണ്ട്ഷിപ്പ് മോർ ദാൻ കൺസിഡറിങ് ദി എത്തിക്സ് ഓഫ് ദി ഗെയിം. എത്തിക്സിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് ഫ്രണ്ട്ഷിപ്പ്. ദേ ഹാഡ് ഓൾറെഡി ഗിവൺ വാട്ട് ദ ഓഡിയൻസ് നീഡഡ്. ഓഡിയൻസിന് ആവശ്യമുള്ള ഇടി അവർ കാഴ്ചവെച്ച് കഴിഞ്ഞു. സിൻസ് ദേ വെർ ഹേർട്ട് ദേ ഹാഡ് ടു ലീവ് ദ റിങ് as early as possible. Since they were hurt, രണ്ടുപേരും പരിക്ക് പറ്റിയിരുന്നതിനാൽ they had to leave the ring as early as possible. എത്രയും പെട്ടെന്ന് അവിടുന്ന് പോയാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥയിലായിരുന്നു അവർ. ഇറ്റ്സ് ലോങ് ടൈം സിൻസ് they talked with each other. പരസ്പരം സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. So they had a lot to communicate. ഒരുപാട് സംസാരിക്കാനുണ്ട്. It is days since they slept well. ഉറങ്ങിയിട്ട് ഒരുപാട് ദിവസമായി. So they were tired. അതുകൊണ്ട് അവർ ടയേർഡാണ്. Moreover, they had a huge fight in the ring. റിങ്ങിൽ വലിയൊരു ഇടി കാഴ്ചവെച്ച് കഴിഞ്ഞു. They left the ring all on a sudden to analyze the match and to discuss about their drawbacks. മാച്ച് അനലൈസ് ചെയ്യാനും ഡ്രോബാക്സ് ഡിസ്കസ് ചെയ്യാനും വേണ്ടിയാണ് അവർ റിങ് ലീവ് ചെയ്തത്. They showed the audience how much close they were by hugging each other after such a heavy fight. ഈ ഫൈറ്റിന് ശേഷം കെട്ടിപ്പിടിച്ചുകൊണ്ട് എത്ര ക്ലോസ് ആണെന്ന് അവർ കാണിച്ചു കൊടുത്തു. എഗെയിൻസ്റ്റ് പറയുകയാണ്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ടു ലീവ് ദ റിംഗ് ഫോർ എനി റീസൺ ബിഫോർ ദ റിസൾട്ട്സ്. റിസൾട്ട്സിന് മുമ്പ് റിങ് വിട്ടു പോകുന്നത് ഒരിക്കലും ശരിയായ കാര്യമല്ല. നോബഡി ഈസ് അലൗഡ് ടു വയലേറ്റ് ദ ഫിക്സഡ് റൂൾസ് ഓഫ് ദ ഗെയിം. ഒരു ഗെയിമിൻ്റെ ഫിക്സഡ് റൂൾസ് വയലേറ്റ് ചെയ്യാൻ ആരെയും അനുവദിക്കരുത്. ബോക്സിംഗ് ഈസ് എ പ്രൊഫഷൻ ആൻഡ് ദെയർ ആർ സർട്ടൻ കോഡ് ഓഫ് കോണ്ടക്ട്. ബോക്സിംഗ് ഒരു പ്രൊഫഷനാണ്, അവിടെ ഒരു കോഡ് ഓഫ് കോണ്ടക്ട് ഉണ്ട്, ഒരു പെരുമാറ്റ ചട്ടമൊക്കെ ഉണ്ട്. ദോ ദേ ഫോട്ട് വെൽ, അവർ നന്നായിട്ട് ഫൈറ്റ് ചെയ്തെങ്കിലും ദേ കൺസിഡേർഡ് ദ മാച്ച് സെക്കൻഡറി ടു ദർ ഫ്രണ്ട്ഷിപ്പ്. അവരുടെ മാച്ച് അവരുടെ ഫ്രണ്ട്ഷിപ്പിന് സെക്കൻഡറി ആയിട്ടാണ് അവർ കൺസിഡർ ചെയ്യുന്നത്.
there may arise some doubts after such an action. ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ സംശയിക്കാം. The referee is in charge of the game. ഈ ഗെയിമിൻ്റെ ചാർജ് ഉള്ളത് റഫറിക്കാണ്. At least they could have asked him before leaving. ലീവ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ചോദിക്കാമായിരുന്നു. They disappointed the audience by ruining the chance of celebration. സെലിബ്രേഷനുള്ള അവസരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവർ ഓഡിയൻസിനെ ഡിസപ്പോയിൻ്റ് ചെയ്തു. അടുത്തത് അമേഗോ ബ്രദേഴ്സിലെ ഫൈറ്റിനെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടായിട്ട് ചോദിച്ചാൽ എങ്ങനെ എഴുതും? ടെലിവിഷൻ കമൻട്രി ആയിട്ടും ചോദിക്കാം. നമ്മൾ ഹെഡിങ് കൊടുക്കുന്നു, ദ റിയൽ ചാമ്പ്യൻ എന്ന ഹെഡിങ് കൊടുക്കുന്നു. സ്ഥലപ്പേര് ടോംകിൻ സ്ക്വയർ പാർക്ക്, ഒരു ഡേറ്റ് 8 ഓഗസ്റ്റ് 1988 ഒരു ഡേറ്റ് കൊടുക്കുന്നു. എ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മാച്ച് ടു സെലക്ട് ദ റെപ്രസെൻറ്റേറ്റീവ് ടു ദ ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റ്. ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പ് ടൂർണമെൻറ്റിലേക്കുള്ള റെപ്രസെൻറ്റേറ്റീവിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് വാസ് കണ്ടക്റ്റഡ് ഹിയർ ഓൺ തേഴ്സ്ഡേ. ഇവിടെ വെച്ച് വ്യാഴാഴ്ച നടന്നു, അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ വെച്ച് എന്നൊക്കെയാണ് പറയുക. ദ ഫൈറ്റ് വാസ് ബിറ്റ്വീൻ 2 യങ് പ്യൂട്ടോറൈക്കൻ ഫൈറ്റേഴ്സ്. 2 പ്യൂട്ടോറൈക്കയിൽ നിന്നുള്ള ചെറുപ്പക്കാരായ ഫൈറ്റേഴ്സ് തമ്മിലായിരുന്നു ഇടി. അന്റോണിയോ ആൻഡ് ഫെലിക്സ്, 2 പേരുടെയും പേരാണ് കൊടുത്തിരിക്കുന്നത്. ദേ വെർ തിക് ഫ്രണ്ട്സ്, അടുത്ത സുഹൃത്തുക്കളാണ്. ആൻഡ് വെർ കൺസിഡേർഡ് ടു ബി അമേഗോ ബ്രദേഴ്സ്, അവരെ വിളിക്കുന്നത് അമേഗോ ബ്രദേഴ്സ് എന്നാണ്. ബോത്ത് അപ്പിയർഡ് ഓൺ ദ സ്റ്റേജ് അറ്റ് ദ റൈറ്റ് ടൈം ഫോളോഡ് ബൈ ദെയർ വെൽവിഷേഴ്സ്. 2 പേരും അവരുടെ വെൽവിഷേഴ്സിനോടൊപ്പം കറക്റ്റ് സമയത്ത് സ്റ്റേജിൽ വന്നു. ദ റെഫറി അനൗൺസ് ദ സ്റ്റാർട്ട് ഓഫ് ദ മാച്ച്. റെഫറി മാച്ച് സ്റ്റാർട്ട് ചെയ്തു. അന്റോണിയോ, ദ ലാംഗി ഫെലോ വാസ് തോട്ട് ടു ബി ദ വിന്നർ, ബട്ട് ഫ്രം ദ ബിഗിനിങ് ഓൺവേർഡ്സ് ഫെലിക്സ് ഓൾസോ ഫോട്ട് ഹാർഡ്. അന്റോണിയോ വിജയിക്കുന്ന വിചാരിച്ച, പക്ഷേ തുടക്കം മുതലേ ഫെലിക്സും ഫൈറ്റ് ചെയ്തു. ഇൻ ദ ഫസ്റ്റ് റൗണ്ട് അന്റോണിയോ ഡൊമിനേറ്റഡ്. ആദ്യത്തെ റൗണ്ടിൽ അന്റോണിയോ ഡൊമിനേറ്റ് ചെയ്തു. ഇൻ ദ സെക്കൻഡ് ഇറ്റ് വാസ് ഫെലിക്സ് ഹു ഡൊമിനേറ്റഡ്. രണ്ടാമത്തെ റൗണ്ടിൽ ഫെലിക്സ് ഡൊമിനേറ്റ് ചെയ്തു. ബോത്ത് ഓഫ് ദം ഫോട്ട് ലൈക്ക് ആനിമൽസ് വിതൗട്ട് ലിവിങ് എ സിംഗിൾ ചാൻസ് ടു സ്മാഷ് ദ അതർ വൺ ഓഫ്. 2 പേരും മൃഗങ്ങളെ പോലെ പൊരുതി. മറ്റേ ആളെ സ്മാഷ് ചെയ്യാനുള്ള ഒരവസരവും പാഴാക്കാതെ 2 പേരും മൃഗങ്ങളെ പോലെ പൊരുതി. ആഫ്റ്റർ ദ ചെക്കപ്സ് ദ ലാസ്റ്റ് റൗണ്ട് വാസ് ഓൺ. ചെക്കപ്പിന് ശേഷം അവസാന റൗണ്ടായി. ബോത്ത് ഫോട്ട് ഇഞ്ച് ടു ഇഞ്ച്. 2 പേരും ഇഞ്ചോടിഞ്ച് പൊരുതി. നൈദർ ഓഫ് ദം സീം ടു ഗിവ് അപ്പ്. 2 പേരും വിട്ടുകൊടുത്തില്ല. ഗിവ് അപ്പ് മീൻസ് ഉപേക്ഷിക്കുക, വിട്ടുകൊടുക്കുക. ദ ബ്ലോസ് കണ്ടിന്യൂ ടു പൗണ്ട് ഓൺ ഈച്ച് അതർ ലൈക്ക് ഹെയിൽ സ്റ്റോൺസ്. ആലിപ്പഴം കണക്കിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചുകൊണ്ടിരുന്നത്. ദ ക്രൗഡ് വാസ് മ്യൂട്ട്. ജനക്കൂട്ടം മ്യൂട്ടായി, നിശബ്ദരായി. ദ റെഫറി വാസ് സ്റ്റൺ ബൈ ദർ ആനിമൽ ലൈക്ക് സാവേജറി. ആനിമൽ ലൈക്ക് സാവേജറി എന്ന് വെച്ചാൽ മൃഗത്തെ പോലെയുള്ള കാടത്തം. ഇവരുടെ മൃഗത്തെ പോലെയുള്ള കാടത്തം കണ്ട് റെഫറി സ്റ്റണ്ടായിപ്പോയി, ഞെട്ടിപ്പോയി. ദ ബെൽ അനൗൺസിങ് ദ എൻഡ് അനൗൺസ് ചെയ്തുകൊണ്ടുള്ള ബെല്ലടിച്ചു. ബട്ട് ബോത്ത് വെൻ്റ് ഓൺ ഫൈറ്റിംഗ് വിതൗട്ട് ഹിയറിംഗ്. കേൾക്കാതെ 2 പേരും ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരുന്നു. ദ ട്രെയിനേഴ്സ് ഇൻ്റർഫിയർഡ് ആൻഡ് സെറ്റ് ദെം എപ്പാർട്ട്. ട്രെയിനേഴ്സ് വന്ന് അവരെ പിടിച്ചു മാറ്റി. ടു എവറി വൺ സർപ്രൈസ് ദ റഷ് ടുവേർഡ്സ് ഈച്ച് അതർ ആൻഡ് ഹഗ്ഡ്. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ പരസ്പരം ഓടിയെടുത്തുകൊണ്ട് കെട്ടിപ്പിടിക്കുകയാണ്. ക്രൗഡ് വെബ് ബൈ സീയിങ് ദർ ട്രൂ ലവ്. അവരുടെ സ്നേഹം കണ്ട് ക്രൗഡ് വീപ്പ് ചെയ്തു. ദ ലെഫ്റ്റ് ദ റിംഗ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ ദ റിസൾട്ടിനൊന്നും വെയിറ്റ് ചെയ്യാതെ അവർ റിംഗ് വിട്ടുപോയി. ദസ് ദേ പ്രൂവ് ടു ബി റിയൽ ചാമ്പ്യൻസ്. അങ്ങനെ തങ്ങളെ റിയൽ ചാമ്പ്യൻസ് ആണെന്ന് അവർ പ്രൂവ് ചെയ്തു. ദ അവർ ഓഫ് ട്രൂത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 1 ആക്ട് പ്ലേ ആണ്. ദ അവർ ഓഫ് ട്രൂത്ത് ബൈ പെർസിവൽ വൈൽഡ് ഈസ് എ സൈക്കോളജിക്കൽ സ്റ്റഡി. മനഃശാസ്ത്ര പഠനമാണ്. ഓഫ് ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ. പണം ആളുകളെ എങ്ങനെ കറപ്റ്റ് ചെയ്യുന്നു എന്ന സൈക്കോളജിക്കൽ സ്റ്റഡിയാണ് ദ അവർ ഓഫ് ട്രൂത്ത്. ദ അവർ ഓഫ് ട്രൂത്ത് ബൈ പെർസിവൽ വൈൽഡ് ഈസ് എ സൈക്കോളജിക്കൽ സ്റ്റഡി ഓഫ് ദ കറപ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് മണി ഓൺ പീപ്പിൾ. ദ സെൻട്രൽ ക്യാരക്ടർ റോബർട്ട് ബാൾഡ്വിൻ റെപ്രസെൻറ്റ്സ് ആൻ എവറിഡേ അമേരിക്കൻ മാൻ. ഒരു എവറിഡേ അമേരിക്കൻ മാനെയാണ് റോബർട്ട് ബാൾഡ്വിൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹു വർക്ക്സ് ഫോർ എ ലിവിങ്. അദ്ദേഹം ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. ആൻഡ് ഹു സാലറി ഈസ് നോട്ട് ഗുഡ് ഇനഫ് ടു സപ്പോർട്ട് ഹിസ് ഫാമിലി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സാലറി അദ്ദേഹത്തിൻ്റെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ തികയുന്നില്ല. സ്റ്റിൽ ഹീ ഈസ് വെരി അപ്രൈറ്റ് ഇൻ ഹിസ് തോട്ട്സ് ആൻഡ് ഡീഡ്സ്. തൻ്റെ ചിന്തകളിലും പ്രവർത്തികളിലും എന്നിട്ടും അദ്ദേഹം അപ്രൈറ്റ് ആണ്, അദ്ദേഹം സ്ട്രെയിറ്റ് ആണ്. ഹി സ്ട്രഗിൾസ് ടു കീപ് ഹിസ് ട്രൂത്ത്ഫുൾ വേസ് ഓഫ് ലൈഫ്. തൻ്റെ സത്യസന്ധമായ ജീവിതം കീപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം സ്ട്രഗിൾ ചെയ്യുന്നു. വെൻ മിസ്റ്റർ ഗ്രേഷം റോബർട്ട് ബോസ് ഈസ് അക്യൂസ്ഡ് ഓഫ് മിസ്ഹാൻഡ്ലിംഗ് ബാങ്ക്സ് മണി. റോബർട്ടിൻ്റെ ബോസായിട്ടുള്ള ഗ്രേഷം ബാങ്കിൻ്റെ പൈസ മിസ്ഹാൻഡിൽ ചെയ്യുന്നതിൻ്റെ പേരിൽ നാണം കെട്ടപ്പോൾ, അദ്ദേഹം കുറ്റപ്പെടുത്തപ്പെട്ടപ്പോൾ, ഹീ സ്റ്റാൻഡ്സ് ആസ് ദ മെയിൻ വിക്ടിം. ഇദ്ദേഹമാണ് പ്രധാന സാക്ഷിയാവുന്നത്. മിസ്റ്റർ ഗ്രേഷം റിക്വസ്റ്റ് ബാൾഡ്വിൻ ടു സേ ജസ്റ്റ് 3 വേർഡ്സ്. ഐ ഡോണ്ട് റിമെമ്പർ. 3 വാക്ക് പറയാനേ പറഞ്ഞുള്ളൂ, കള്ളം പറയാൻ പറഞ്ഞില്ല. ടു എസ്കേപ്പ് ഫ്രം ദ ക്രൈമിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 3 വാക്ക് ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയാൻ പറഞ്ഞു. ഹി ഓൾസോ ഓഫേഴ്സ് ഹിം $100,000 ആസ് എ റിവാർഡ് ഫോർ ഇറ്റ്. ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയാൻ വേണ്ടി മിസ്റ്റർ ഗ്രേഷം റോബർട്ട് ബാൾഡ്വിന് $100,000 ഓഫർ ചെയ്തു.
ദോ എവ്രി വൺ ട്രൈസ് ടു മേക്ക് ബാൾഡ്വിൻ അക്സെപ്റ്റ് ദ മണി. എല്ലാവരും ബാൾഡ്വിനെ കൊണ്ട് പണം സ്വീകരിക്കാൻ ശ്രമിപ്പിച്ചുവെങ്കിലും ഹി റിമെയിൻസ് ട്രൂ ടു ഹിംസെൽഫ്. അദ്ദേഹം സത്യസന്ധനായിട്ട് തന്നെ നിലകൊള്ളുന്നു. ഇൻ ദി എൻഡ് വെർച്യു ഗെറ്റ്സ് റിവാർഡഡ്. ഇൻ ദി എൻഡ് വെർച്യു ഗെറ്റ്സ് റിവാർഡഡ്. അവസാനം വെർച്യു റിവാർഡ് ചെയ്യപ്പെടും. ബാൾഡ്വിൻ ഈസ് റിവാർഡഡ് ഫോർ ഹിസ് പ്ലെയിൻ ആൻഡ് മോറൽ ക്യാരക്ടർ. ബാൾഡ്വിൻ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ സ്വഭാവത്തിന് റിവാർഡ് കിട്ടുന്നു. വെൻ ഹി ലൂസസ് ഹിസ് ജോബ് ഫോർ ബീയിങ് ട്രൂത്ത്ഫുൾ. സത്യസന്ധനായതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ഹി ഗെറ്റ്സ് എ ബെറ്റർ ജോബ് അറ്റ് എ ഡിഫറെൻറ്റ് ബാങ്ക് ആസ് എ റിവാർഡ് ഫോർ ഹിസ് ഓണസ്റ്റി ആൻഡ് ഫ്രാങ്ക്നെസ്. അദ്ദേഹത്തിന് സത്യസന്ധതയ്ക്കും അദ്ദേഹത്തിന് തുറന്നടിച്ചുള്ള പെരുമാറ്റ രീതിക്കും അദ്ദേഹത്തിന് ഒരു റിവാർഡ് കിട്ടി, മറ്റൊരു ബാങ്കിൽ ജോലി. വെൻ ഹി ലോസ് ഹിസ് ജോബ് ഹി ഗോട്ട് എ ബെറ്റർ ജോബ് ഇൻ എ ഡിഫറെൻറ്റ് ബാങ്ക്. Thus the story presents a contemporary theme of greed and its effects. അത്യാഗ്രഹവും അതിൻ്റെ ഇഫക്ട്സിനെയും പറ്റിയുള്ള കണ്ടംപററി തീം, ഇന്നത്തെ കാലത്തെ തീമാണ് സ്റ്റോറി കാണിക്കുന്നത്. ഗോഡ് ഓൾവേസ് ടേക്സ് കെയർ ഓഫ് പീപ്പിൾ ഹു ലിവ് എ ലൈഫ് ഓഫ് വാല്യൂസ്. ദൈവം മൂല്യങ്ങളോടെ ജീവിക്കുന്ന ആളുകളെ എപ്പോഴും സംരക്ഷിക്കാറുണ്ട്. റോബർട്ട് ബാൾഡ്വിൻ്റെ ക്യാരക്ടർ സ്കെച്ച്. മിസ്റ്റർ റോബർട്ട് ബാൾഡ്വിൻ, ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദ അവർ ഓഫ് ട്രൂത്ത്, ഈസ് എ മിഡിൽ ഏജ്ഡ് മാൻ. അദ്ദേഹം ഒരു മിഡിൽ ഏജ്ഡ് മാനാണ്, മധ്യവയസ്കനാണ്. ഹു ഹാസ് ബീൻ വർക്കിംഗ് ഫോർ മോർ ദാൻ 30 years ഇൻ ദ നാഷണൽ ബാങ്ക് ഓൺ ബൈ മിസ്റ്റർ ഗ്രേഷം. ഗ്രേഷത്തിൻ്റെ ഓണർഷിപ്പിലുള്ള നാഷണൽ ബാങ്കിൽ 30 വർഷമായിട്ട് അദ്ദേഹം ജോലി ചെയ്യുകയാണ്. ഹി വർക്ക്സ് ആസ് എ സെക്രട്ടറി ടു മിസ്റ്റർ ഗ്രേഷം. അദ്ദേഹം മിസ്റ്റർ ഗ്രേഷമിൻ്റെ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഹി ഈസ് ആൻ ഓണസ്റ്റ്, സത്യസന്ധനായിട്ടുള്ള, ഡിലിജൻറ്റ്, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള, ഡിലിജൻറ്റ്, കെയർഫുൾ ആയിട്ടുള്ള, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയാണ് അദ്ദേഹം. ഹി ഈസ് ഓൾസോ സിൻസിയർ, സത്യസന്ധനായ, ലോയൽ, ആത്മാർത്ഥതയുള്ള, ഡെഡിക്കേറ്റഡ് ഹ്യൂമൻ ബീയിങ്. വളരെ കഠിനാധ്വാനിയായ, ഡെഡിക്കേഷനോടുകൂടി വർക്ക് ചെയ്യുന്നൊരു മനുഷ്യനാണ്. ഹി വർക്ക്സ് ആസ് എ മെയിൻ ഓഫീസർ ഇൻ ദ ബാങ്ക്. അദ്ദേഹം ബാങ്കിലെ മെയിൻ ഓഫീസറാണ്. ഹി ഡസൻ ഗെറ്റ് ദ സാലറി ഹി ഡിസേർവ്സ്. പക്ഷേ അദ്ദേഹം അർഹിക്കുന്ന സാലറി അദ്ദേഹത്തിന് കിട്ടുന്നതേ ഇല്ല. സ്റ്റിൽ ഹി നെവർ കംപ്ലെയിൻസ്. അദ്ദേഹം എന്നിട്ടും ആരോടും ഒരു പരാതിയും പറയുന്നില്ല. ഡ്യൂറിങ് ഹിസ് 30 years ഓഫ് സർവീസ് ഹി ഹാസ് നെവർ ബിക്കം ഡിസ്ലോയൽ ടു ഹിസ് വർക്ക്. തൻ്റെ 30 വർഷത്തെ സർവീസിനിടയ്ക്ക് അദ്ദേഹം ഒരിക്കലും ഡിസ്ലോയൽ ആയിട്ടില്ല. അദ്ദേഹം ഒരിക്കലും കള്ളം കാണിച്ചിട്ടില്ല, കാപട്യം കാണിച്ചിട്ടില്ല. ഹിസ് ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഹിസ് വൈഫ് മാർത്ത. ഫാമിലിയിൽ വൈഫ് മാർത്തയുണ്ട്, സൺ ജോൺ, മകൻ ജോൺ ഉണ്ട്, ഹിസ് ഡോട്ടർ എവി, മകൾ എവി ഉണ്ട്. ഹി നെയിംഡ് ഹിസ് സൺ ആഫ്റ്റർ ജോൺ ഗ്രേഷം. മകനെ ജോൺ ഗ്രേഷമിൻ്റെ പേരിട്ടാണ് വിളിച്ചിരിക്കുന്നത്. വിച്ച് ഷോസ് ഹിസ് ലവ് ആൻഡ് ലോയൽറ്റി ടു ഹിസ് ബോസ്. അതാണ് തൻ്റെ ബോസിനോടുള്ള സ്നേഹവും ലോയൽറ്റിയും കാണിക്കുന്നത്. വെൻ ഹി കംസ് ടു നോ എബൌട്ട് ദ മിസ്അപ്രോപ്രിയേഷൻസ് ഇൻ ദ ബാങ്ക്. ബാങ്കിലെ മിസ്അപ്രോപ്രിയേഷൻസിനെ പറ്റി അറിയാനിടയാവുമ്പോൾ ഹി ആസ് ഗ്രേഷം ടു ക്ലോസ് ഡൗൺ ദ ബാങ്ക്. ബാങ്ക് അടച്ചിടാനാണ് ഗ്രേഷമിനോട് പറയുന്നത്. വെൻ ഗ്രേഷം റിജക്ട്സ് ഹി ഇൻഫോംസ് എ കൺസേൺ പീപ്പിൾ. ഗ്രേഷം ബാങ്ക് അടച്ചിടാൻ തയ്യാറാവാത്തപ്പോൾ അദ്ദേഹം കൺസേൺഡ് ആയിട്ടുള്ള ആളുകളെ, അതിനായിട്ട് ബാധ്യതപ്പെട്ട ആളുകളെ അറിയിക്കുകയാണ്. ദ ഇഷ്യൂ ബിക്കം സീരിയസ് ആൻഡ് ദ ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇഷ്യൂ സീരിയസ് ആയി, ന്യൂസ് പേപ്പേഴ്സ് അത് റിപ്പോർട്ട് ചെയ്തു. ബാൾഡ്വിൻ ദോ എഗെയിൻസ്റ്റ് ഗ്രേഷംസ് ആക്ട്, ഗ്രേഷമിനെതിരെയാണെങ്കിലും ഡസ് നോട്ട് സ്പീക്ക് ടു ദ ന്യൂസ് പേപ്പേഴ്സ്. ഗ്രേഷമിൻ്റെ പ്രവർത്തിക്കെതിരെയാണെങ്കിലും അദ്ദേഹം ന്യൂസ് പേപ്പേഴ്സിനോട് സംസാരിക്കത്തില്ല. ഹി ഫീൽസ് ഇറ്റ് അൺനെസസറി ടു റിവീൽ തിങ്സ് ടു ദ പേപ്പേഴ്സ്. പേപ്പേഴ്സിനോട് കാര്യം പറയേണ്ട ആവശ്യമൊന്നും ഇല്ല. ഹെൻസ് ഹി ഓൾസോ ഗെറ്റ്സ് പേയ്മെൻറ്റ്. അങ്ങനെ അദ്ദേഹവും പഴിചാരപ്പെടുകയാണ്. ഹി നോസ് ദാറ്റ് ഹി ഈസ് ട്രൂ ടു ഹിംസെൽഫ് ആൻഡ് ഡസൻറ്റ് വോണ്ട് ടു പ്രൂവ് ഇറ്റ് ബിഫോർ എനിവൺ എൽസ് അതർ ദാൻ ഗോഡ്. ദൈവത്തോടല്ലാതെ തൻ്റെ സത്യസന്ധത മറ്റാരോടും പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇല്ല. ദ സ്ട്രെങ്ത് ഓഫ് ബാൾഡ്വിൻസ് ഓണസ്റ്റി ഈസ് എവിഡൻറ്റ് വെൻ മിസ്റ്റർ ഗ്രേഷം കോൾസ് ഫോർ ഹിം. മിസ്റ്റർ ഗ്രേഷം അദ്ദേഹത്തെ വിളിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഓണസ്റ്റി എത്രത്തോളം വലുതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഗ്രേഷം റിക്വസ്റ്റ് ബാൾഡ്വിൻ ടു സേ ജസ്റ്റ് 3 words, ഐ ഡോണ്ട് റിമെമ്പർ, ടു എസ്കേപ്പ് ഫ്രം ദ ക്രൈം ആൻഡ് ഓഫേഴ്സ് ഹിം $100,000 ആസ് എ റിവാർഡ് ഫോർ ഇറ്റ്. ഐ ഡോണ്ട് റിമെമ്പർ എന്ന് പറയുക, അതിന് $100,000 റിവാർഡ് ചെയ്തു, ഓഫർ ചെയ്തു. ദോ എവറി വൺ ട്രൈസ് ടു മേക്ക് ബാൾഡ്വിൻ അക്സെപ്റ്റ് ദ മണി ഹി റിമെയിൻസ് ട്രൂ ടു ഹിംസെൽഫ്. എല്ലാവരും ബാൾഡ്വിനെ കൊണ്ട് പൈസ സ്വീകരിപ്പിക്കാൻ ശ്രമിച്ചു, ബട്ട് ഹി റിമെയിൻസ് ട്രൂത്ത്ഫുൾ. ഗ്രേഷം ഈസ് നോട്ട് സർപ്രൈസ് വെൻ ഹി റിജക്ട്സ് ദ മണി. ഗ്രേഷത്തിന് ഒരു സർപ്രൈസും തോന്നിയില്ല അദ്ദേഹം മണി റിജക്റ്റ് ചെയ്തപ്പോൾ. ഗ്രേഷമിനറിയാം അദ്ദേഹം സത്യസന്ധനാണെന്ന്. മോർ ഓവർ ഇറ്റ് മേക്സ് ഗ്രേഷം കൺഫസ് എ ക്രൈം. അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തിയാണ് ഗ്രേഷമിനെ കൊണ്ട് ആ കുറ്റം കൺഫസ് ചെയ്യിപ്പിച്ചത്, ഏറ്റു പറയിപ്പിച്ചത്. വെൻ ഗ്രേഷം ഈസ് കോട്ട് ഹി ബിക്കംസ് എ മെയിൻ വിറ്റ്നസ്. അദ്ദേഹം പ്രധാനപ്പെട്ട സാക്ഷിയായിട്ട് മാറുകയാണ്. അറ്റ് ഫസ്റ്റ് ഹിസ് ഫാമിലി മെമ്പേഴ്സ് ബ്ലെയിം ഗ്രേഷം ബട്ട് ഹി ഡിസ് നോട്ട് ഡു ദാറ്റ്. ഫാമിലി മെമ്പേഴ്സൊക്കെ ഗ്രേഷമിനെ ബ്ലെയിം ചെയ്യും, പക്ഷേ അദ്ദേഹം അത് ചെയ്യുന്നില്ല. ഹി കീപ്സ് ദ ഇഷ്യൂ എവേ ഈവൻ ഫ്രം ദ ഫാമിലി മെമ്പേഴ്സ്. അദ്ദേഹം ഈ വിഷയങ്ങളൊക്കെ ഫാമിലി മെമ്പേഴ്സിനോട് പോലും പറയാതെ സൂക്ഷിക്കുകയാണ്.
He can be called a family man since he listens to other members and he cares for them. തൻ്റെ വീട്ടിലെ മറ്റുള്ള മെമ്പേഴ്സിനെ കേൾക്കുകയും അവരെ കെയർ ചെയ്യുകയും ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹത്തെ നമുക്കൊരു ഫാമിലി മാൻ എന്ന് വിളിക്കാം. എ മാൻ ഇൻ ഹിസ് മിഡിൽ ഏജസ്, റോബർട്ട് ബാൾഡ്വിൻ ഹാസ് നെവർ വേവ്ഡ് ഓഫ് ഹിസ് വിർച്യൂസ്. തൻ്റെ മിഡിൽ ഏജിലുള്ള ഈ മനുഷ്യൻ ഒരിക്കലും തൻ്റെ വാല്യൂസിനെ വേവ് ഓഫ് ചെയ്തിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല. ഹിസ് പേഴ്സണാലിറ്റി ഈസ് ഡീപ്പ് റൂട്ടഡ് ഇൻ എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾസ്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ഒരുപാട് പ്രിൻസിപ്പിൾസിൽ, ഒരുപാട് തത്വങ്ങളിൽ അധിഷ്ഠിതമാണ്. ഹി നെവർ കോംപ്രമൈസസ് വിത്ത് ഹിസ് മൊറാലിറ്റി. തൻ്റെ ധാർമ്മികതയോട് അദ്ദേഹം കോംപ്രമൈസ് ചെയ്യില്ല. ഹി നെവർ വോണ്ട്സ് ടു ഡിസ്ട്രോയ് ദ പേഴ്സണാലിറ്റി ദാറ്റ് ഹി ഹാസ് കെപ്റ്റ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ്. തൻ്റെ ജീവിതകാലം മുഴുവൻ തന്നോടൊപ്പം സൂക്ഷിച്ച പേഴ്സണാലിറ്റി അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ഹി വോണ്ട്സ് ടു ഗോ ടു ഹിസ് ഗ്രേവ് ക്ലീൻ. അദ്ദേഹത്തിന് തൻ്റെ ശവകുടീരത്തിലേക്ക് ക്ലീൻ ആയിട്ട് പോകണം. Towards the end of the play, we understand that Baldwin is right as he gets rewarded with a job in Mr. Marshall's Third National Bank. അദ്ദേഹത്തിന് മിസ്റ്റർ മാർഷലിൻ്റെ ബാങ്കിൽ ജോലി ലഭിക്കുമ്പോൾ ബാൾഡ്വിൻ റൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യപ്പെടുകയാണ്. Though he is middle-aged, Mr. Marshall chooses him as an employee as a reward for his sincerity. മധ്യവയസ്കനായിട്ടും അദ്ദേഹത്തിൻ്റെ സിൻസിയറിറ്റിക്കുള്ള, സത്യസന്ധതയ്ക്കുള്ള പ്രതിഫലമായിട്ടാണ് മിസ്റ്റർ മാർഷൽ അദ്ദേഹത്തെ ചൂസ് ചെയ്യുന്നത്. God always takes care of people who live a life of values. ഒരു വാല്യൂസ് നിറഞ്ഞ ലൈഫ് നയിക്കുന്ന ആളുകളെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യും. മിസ്റ്റർ റോബർട്ട് ബാൾഡ്വിൻ ഇസ് എ ട്രൂ എക്സാമ്പിൾ ഓഫ് സച്ച് ആൻ ഐഡിയൽ ഹ്യൂമൻ ബീങ്. അത്തരത്തിലുള്ള ഐഡിയൽ ഹ്യൂമൻ ബീങ്ങിൻ്റെ ട്രൂ എക്സാമ്പിളാണ് റോബർട്ട് ബാൾഡ്വിൻ. വി സീ വെർച്യൂ ബീങ് റിവാർഡഡ് ഇൻ ദ എൻഡ്. അവസാനം വെർച്യൂ റിവാർഡഡ് ആവുകയാണ്. അപ്പോൾ അത്രയുമാണ് സെക്കൻഡ് യൂണിറ്റിൽ നിന്ന് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. എന്നാൽ മാർത്തയുടെയും ജോണിൻ്റെയും എവിയുടെയും ക്യാരക്ടർ സ്കെച്ചസ് കൂടെ ടെക്സ്റ്റ് നോക്കി മെയിൻ പോയിൻറ്റ്സുകൾ കണ്ടെത്തിയിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഓക്കെ.